ഹൗ ടു ഹാൻഡിൽ അഡോളസൻസ് അതാണ് നമ്മുടെ വിഷയം. ടോണി പറഞ്ഞതുപോലെ കാര്യങ്ങൾ മാറുന്നുണ്ടോ, അല്ലെങ്കിൽ മാറ്റം വരുന്നുണ്ടോ, അല്ലെങ്കിൽ അഡോളസൻസിനെ ഹാൻഡിൽ ചെയ്യാനൊക്കെ ഒരു സെപ്പറേറ്റ് സെഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഡിസ്കഷന് വലിയ റെലവൻസ് ഉണ്ടോ? ഞങ്ങള് ഡിപ്പാർട്ട്മെന്റിനോട് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ചൈൽഡ് ഗൈഡൻസ് ക്ലിനിക്ക് ഉണ്ട്, അഡോളസൻസിന്റെ ക്ലിനിക്ക് ഉണ്ട്, സൂയിസൈഡ് പ്രിവെൻഷൻ ക്ലിനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് റെഗുലറായി നമ്മൾ കാണുന്ന ഒരു ഇഷ്യൂ ആയിരുന്നു കുട്ടികൾക്ക്, എസ്പെഷ്യലി ചൈൽഡ് ആൻഡ് അഡോളസെന്റ് ആ ഒരു സമയത്ത് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വളരെ കോമൺ ആയിട്ട് വരുന്നു. ഈ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് കൂടിയിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ പലപ്പോഴും കുട്ടികൾ സെൽഫ് ഹാം, സൂയിസൈഡ് അറ്റംപ്റ്റ്സ് ചെയ്യുന്നു. അപ്പൊ ഇത് വളരെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയപ്പോൾ നമ്മൾ വിചാരിച്ചു, ഞങ്ങളും ഇവിടെ നമുക്ക് കാലിക്കറ്റ് ഇംഹാൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട് ഗവൺമെന്റിന്റെ തന്നെ. അപ്പോൾ രണ്ട് കൂട്ടരുടെയും കൂടി ജോയിന്റ് വെഞ്ചർ ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് ലിറ്ററസി മൊഡ്യൂൾ, അതായത് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യത്തിനെ പറ്റി കുട്ടികൾക്ക് എന്തൊക്കെ അറിയാം അല്ലെങ്കിൽ അവരെന്തൊക്കെ മനസ്സിലാക്കണം, അങ്ങനെ ഒരു മൊഡ്യൂൾ പ്രിപ്പയർ ചെയ്യാവുന്നൊരു ഐഡിയ. അപ്പോ ഇങ്ങനെ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കണമെങ്കിൽ ബേസിക്കലി ഈ കുട്ടികളോട് നമ്മൾ കാര്യങ്ങൾ ചോദിച്ചറിയണമല്ലോ, അവർക്ക് എന്തൊക്കെ അറിയാം, അവർക്ക് എന്തൊക്കെ മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ക്വാളിറ്റേറ്റീവ് സ്റ്റഡികൾ വേണം എന്ന് നമുക്ക് മനസ്സിലായി. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസും ഇൻഡെപ്ത് ഇന്റർവ്യൂസും ഒക്കെ വേണം എന്ന് മനസ്സിലായി. അപ്പോ സംസാരിച്ചു തുടങ്ങിയപ്പോ ഇവരുമായിട്ടുള്ള ടോപ്പിക് ഡിസ്കഷൻ, ഈ ഒരു ഡിസ്കഷനിലേക്ക് പല പെൺകുട്ടികളായിട്ട് ആൺകുട്ടികളായിട്ട് കൺസേൺഡ് ഏജ് ഗ്രൂപ്പ്സിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുപാട് പുതിയ വാക്കുകൾ ഞങ്ങളെ ടീം കേട്ടു. അപ്പോൾ ഇവര് ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവര് നമ്മളോട് പറഞ്ഞു, മാം അതൊരു ട്രോമ ബോണ്ടിങ് ആയിരുന്നു, ലവ് ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ല മാം അതൊരു സിറ്റുവേഷൻഷിപ്പേ ഉണ്ടായിരുന്നുള്ളൂ, അത് ബ്രെഡ് ക്രംബ് ചെയ്യായിരുന്നു, ഗോസ്റ്റ് ചെയ്യായിരുന്നു, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് എന്നെ ബെഞ്ച് ചെയ്യായിരുന്നു എന്ന്, അത് ടോക്സിക് ആയിരുന്നു, നാർസിസ്റ്റ് ആയിരുന്നു. അപ്പോ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾ സംസാരിച്ചു തുടങ്ങി. അപ്പോ ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് ഈ ന്യൂ ജനറേഷൻ കുട്ടികളുടെ റിലേഷൻഷിപ്പ് ടെർമിനോളജീസിന് ഒരു ഗ്ലോസറി തന്നെ വേണം എന്ന് നമുക്ക് ഒരു തീരുമാനമായി. കാര്യം എന്താ വെച്ചാൽ ഇത് നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ, റിലേഷൻഷിപ്പ് ലിറ്ററസിനെ പറ്റി കുട്ടികളോട് സംസാരിക്കണമെങ്കിൽ, അവരെ പെർസ്പെക്റ്റീവ് നിന്ന് കാര്യങ്ങൾ അറിയണമെങ്കിൽ, അവരോട് നാവിഗേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ലെക്സിക്കോൺ തന്നെ വേണം, ഗ്ലോസറി തന്നെ വേണം എന്ന് മനസ്സിലായി. അങ്ങനെ ഈ ബ്രെഡ് ക്രംബിങ്ങും ഗോസ്റ്റിങ്ങും സിറ്റുവേഷൻഷിപ്പും ബെഞ്ചിങ്ങും ട്രോമ ബോണ്ടിങ്ങും ലവ് ബോംബിങ്ങും എല്ലാം കൂടി ചേർത്ത് അറ്റ് പ്രസന്റ് ഇപ്പം എൻ്റെ ഓർമ്മയിൽ 45+ വേർഡ്സ് ഈ ഗ്ലോസറിയിലായി കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ ഇതൊരു റിലേഷൻഷിപ്പിന്റെ ഡയമെൻഷൻ മാത്രമാണ്. അപ്പോ കഴിഞ്ഞ ദിവസം എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് പറയായിരുന്നു, ആളുടെ സെക്കൻഡ് ചൈൽഡ് 8th സ്റ്റാൻഡേർഡിലുള്ള മോള് ഇൻസ്റ്റ യൂസ് ചെയ്തിട്ട് കുറച്ചൊക്കെ പലതരത്തിലുള്ള കൺസേൺസ്, അവൾ അത്ര ഹാപ്പി അല്ല കുട്ടിയുടെ യൂസ് പാറ്റേൺ. അപ്പോ എങ്ങനെയാണ് കുഞ്ഞ്, അതായത് അവർ വിചാരിച്ചിരുന്നത് ട്രസ്റ്റ് വർദിയാണ്, ഹോണസ്റ്റ്
ആയിട്ടാണ്. അപ്പൊ മൂത്ത ആള് 8 ഇയേഴ്സും രണ്ടാമത്തെ ആള് 4 ഇയറും ആണ്. അപ്പൊ 8 ഇയർ ഓൾഡിന് കുറച്ച് ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതിപ്പോ സെറ്റിലിംഗ് പ്രോസസ്സിലാണ്, ആള് ഫോളോ അപ്പിലാണ്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, മാം എനിക്ക് ഇന്ന് ഈ 4 വയസ്സുള്ള ആളുടെ പ്രശ്നമാണ് പറയാനുള്ളത്. അപ്പോ മൂത്താളിപ്പോ കുഴപ്പമൊന്നുമില്ല. വൺസ് എ വൈൽ ഈ സ്കൂളിൽ നിന്നും അല്ലാതെയൊക്കെയുള്ള പഠിച്ച ബാഡ് വേർഡ്സ് പറയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. പിന്നെ ഇളയാള് വീണാല് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് അവന് എമ്പതി ഒന്നുമില്ല, അവൻ പൊട്ടിച്ചിരിക്കുകയുള്ളൂ മൂത്താള്. അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളൂ. അപ്പോ പക്ഷെ ഇളയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ പല സമയത്തും ഇമോഷണൽ ഇഷ്യൂസ് ഇപ്പൊ ഇങ്ങനെ വന്നു തുടങ്ങുന്നുണ്ട്. ഇവർക്ക് ഉള്ള ഡിസ്റ്റർബിങ് പ്രോബ്ലം എന്താന്ന് വെച്ചാല് പിന്നെ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സിൽ എപ്പോഴും കുഞ്ഞ് കൈവയ്ക്കുന്നു. ബോയ് ചൈൽഡ് ആണ്. അപ്പോ അത് വേണ്ട എന്ന് പറയുമ്പോൾ, പേടിപ്പിക്കുമ്പോൾ മാത്രമേ അത് നിർത്തുന്നുള്ളൂ, അല്ലാത്തപ്പോഴൊക്കെ അത് കോൺസ്റ്റന്റ്ലി പ്രസന്റ് ആണ്. അപ്പോൾ മദർ ഇമോഷണലി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് കുഞ്ഞുങ്ങൾ ഇത്രയൊക്കെ ബിഹേവിയർ കാണിക്കാറുണ്ടോ? അപ്പൊ ഞാൻ വർക്കായിട്ട് ദൂരെയാണ്, കുട്ടികൾ ഇങ്ങനെ മറ്റേ സ്ഥലത്താണ്. അപ്പോൾ ഇങ്ങനെ ഫിസിക്കലി അല്ലെങ്കിൽ ഇമോഷണലി പാരന്റ് അവൈലബിൾ അല്ലാതിരിക്കുമ്പം ഇത്തരം കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ടോ? എനിക്കതൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനാണ്. അപ്പോൾ ഒരു ആവറേജ് കൺസൾട്ടേഷൻ സെനാരിയോ, ഇപ്പൊ ടോണിയൊക്കെ എഗ്രി ചെയ്യുന്നുണ്ടാകും, 15 കൊല്ലം മുന്നേ നമ്മളൊരു കൺസൾട്ടേഷൻ സെനാരിയോയില് സൈക്കോസിസോ അല്ലെങ്കിൽ സിവിയർ ആൻസൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ റുട്ടീൻ കേസ് കൺസൾട്ടേഷൻസ് ആയി കണ്ടിരുന്ന ഒരു പൊസിഷനിൽ നിന്ന് റുട്ടീൻ കൺസൾട്ടേഷൻസ് ഇപ്പോ നിങ്ങൾക്ക് ഇതൊരു പ്രോബ്ലം ആണോ, അതോ ഒരു ലൈഫ് ഇവന്റ് ഹാൻഡിൽ ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ആണോ? ഇന്ന് അതേപോലെ ഞാൻ പിന്നെ ട്വിൻ ചിൽഡ്രന്റെ പാരന്റ്സിനെ രണ്ടുപേരെയും കണ്ടു. അതിലൊരാൾ ഓട്ടിസ്റ്റിക്കും ആണ്, ആ മോൻ അണ്ടർ തെറാപ്പിയാണ്, ഓൺ മെഡിസിൻസും ആണ്. മറ്റേ ആൾക്ക് കുറച്ച് ADHD പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ പാരന്റ് ഇതേപോലെ ഫിസിക്കലി തമിഴ്നാടാണ് വർക്ക് ചെയ്യുന്നത്, വീക്കെൻഡ്സിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ അമ്മയാണ് ഈ 2 കുഞ്ഞുങ്ങളുടെയും കെയർ ഗിവർ ബേർഡൻ. അപ്പം അമ്മ ഇതിൽ ഈ ADHD പ്രശ്നമുള്ള കുഞ്ഞിന്റെ ഇമോഷണൽ ഇഷ്യൂസ് ഫാദറിന്റെ അടുത്ത് കുഞ്ഞിന്റെ പ്രസൻസിൽ തന്നെ സംസാരിക്കുന്ന നേരത്ത് ഇദ്ദേഹം അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല. ഇങ്ങനത്തെ കുറെ കൺസേൺസ് മദർ ഷെയർ ചെയ്യുകയും, അപ്പൊ ഫാദർ ഇതെങ്ങനെയാണ് ആക്ച്വലി ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത്? കുഞ്ഞ് അവിടെ ഉണ്ടല്ലോ, ഫിസിക്കലി പ്രസന്റ് ആണല്ലോ, അപ്പൊ ഞാൻ അവന്റെ മുന്നിൽ നിന്ന് അത് അപ്പൊ തന്നെ ഹാൻഡിൽ ചെയ്യണോന്ന് മടിച്ചിട്ടാണ്. അപ്പോ ഈ ഡേ ടു ഡേ കൺസൾട്ടേഷൻ സെനാരിയോസിൽ തന്നെ ചേഞ്ച് ഉണ്ട്. അപ്പോ വാട്ട് സൈക്കോളജി ഹാഡ് ഓൾവേസ് സെഡ്, ഓൺലി ചേഞ്ച് ഇസ് കോൺസ്റ്റന്റ് എന്നായിരുന്നു. അത് ഈ മാറിയ കാലത്തും വളരെ റെലവെന്റ് ആണ് എന്നുള്ളതാണ്. അപ്പോ ടോണി ഇപ്പൊ പറഞ്ഞല്ലോ ജനറേഷൻ സി, ജനറേഷൻ ആൽഫ. അപ്പോ ഇങ്ങനെ ഒരു ജനറേഷൻ തിരിച്ച് തന്നെ ഇവരെയൊക്കെ പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യണം. അതിന്റെ ഒരു സൈക്കോളജിക്കൽ ആംഗിൾ വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ജനറേഷൻ സെഡ് അല്ലെങ്കിൽ ജനറേഷൻ സി എന്ന് പറയുന്നത് ബേസിക്കലി 97ന്റെയും 2012ന്റെയും ഇടയിൽ ജനിച്ച കുഞ്ഞുങ്ങളെയാണ്. അപ്പോ അവരിൽ കുറച്ച് സൈക്കോളജിക്കൽ ട്രെയ്റ്റുകൾ ഒബ്സർവ് ചെയ്യുകയുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അപ്പോ അവര് ആണ് ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ നേറ്റീവ് ആയിട്ടുള്ള ആളുകൾ എന്നായിരുന്നു ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ അവയർനെസ് തീരെ മോശമൊന്നുമല്ല, അത്യാവശ്യം സോഷ്യലി അവര് കുട്ടികളുമാണ്. പക്ഷെ കുറച്ചൊരു ആങ്ഷ്യസ് പാറ്റേൺ കൂടുതലായിട്ട് കാണാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ
Hope I am audible now. ഇടയ്ക്ക് ഞാൻ മ്യൂട്ടായി പോയി, പിന്നെ എനിക്കത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ ഓക്കെ മാഡം, ഓഡിബിൾ ആണ് മാഡം, ഓഡിബിൾ ആണ്. ഓക്കെ. അപ്പോ ബേസിക്കലി ഇന്റലിജൻസിന് ഓവർ ദ ഇയേഴ്സ് എന്താണ് സംഭവിക്കുന്നത്, ഓവർ ജനറേഷൻസ് എന്താണ് സംഭവിക്കുന്നത് സൈക്കോളജിക്കൽ ആംഗിളിൽ എന്ന് ചോദിച്ചാൽ, ഓവർ ദ ഇയേഴ്സ് ഒരു ഘട്ടത്തില് മേ ബി കമ്പയർഡ് ടു നമ്മുടെയൊക്കെ ജനറേഷൻ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ IQ കുറച്ച് വിട്ട് വരുന്നതായിട്ടാണ് സൈക്കോളജിക്കലായിട്ട് ഒരുപാട് പഠനങ്ങൾ പറഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ അതൊന്ന് പ്ലാറ്റ്യൂ ചെയ്യുന്നതായിട്ടും ഒരിത്തിരി ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടും പഠനങ്ങൾ വന്നു. അപ്പോ മിക്സഡ് ലെവലിലാണ് നമുക്ക് IQ-നെ പറ്റിയിട്ട് പഠനങ്ങൾ അറ്റ് പ്രസന്റ് നിൽക്കുന്നത്. അതായത് നമ്മുടെയൊക്കെ ജനറേഷൻ, അതായത് ഇപ്പോ 40സിലോ 50സിലോ 60സിലോ ഒക്കെ നിൽക്കുന്നവരുടെ ജനറേഷനേക്കാളും ഓരോ ജനറേഷൻ കൂടുമ്പോൾ IQ മെച്ചപ്പെട്ട് വരുന്നതായിട്ട് ബൈ ആൻഡ് ലാർജ് അധിക പഠനങ്ങളും. എന്നാൽ ആ ഒരു ഘട്ടം കഴിഞ്ഞ് കുറച്ചൊക്കെ ഇത് പ്ലാറ്റ്യൂ ആയിട്ട് പിന്നെ കുറച്ച് ഡിക്ലൈനിലേക്ക് പോയി തുടങ്ങുന്നു എന്നുള്ള പഠനങ്ങളുമാണ് IQ-നെ സംബന്ധിച്ച് വരുന്നത്. എന്നാൽ നേരെ മറിച്ച് ഇമോഷണൽ ഇന്റലിജൻസ് EQ-ലൊക്കെ കുറച്ചൊരു മിക്സഡ് പാറ്റേൺ ആണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഇമോഷണൽ കോഷ്യന്റിന് നമ്മൾ ഒരുപാട് ഡൊമൈനുകൾ പറയും കുഞ്ഞുങ്ങളുടെ വളർച്ചാ കാലഘട്ടങ്ങളിൽ. അപ്പോ ഇതിൽ ചിലതൊക്കെ മെച്ചപ്പെടുന്നു എന്നും ചിലതൊക്കെ ബുദ്ധിമുട്ടാണ് എന്നും. അപ്പോ ഈ ജനറേഷൻ ആൽഫ എന്ന് നമ്മൾ പറയുന്നത് 2013-ന്റെയും 2024-ന്റെയും ഇടയിലാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോ അവരെ സംബന്ധിച്ച് നമുക്കുള്ള കൺസേൺസ് ഓൺ സൈക്കോളജിക്കൽ ആംഗിൾ എന്താന്ന് ചോദിച്ചാൽ, അറ്റൻഷൻ സ്പാനില് ഈ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് പ്രയാസങ്ങൾ കണ്ടേക്കാം ജനറലി എന്നുള്ളതാണ്. പ്ലസ് റിയൽ വേൾഡുമായിട്ടുള്ള സോഷ്യൽ എക്സ്പോഷർ ചിലപ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കുറയാൻ സാധ്യതയുണ്ട് എന്നുണ്ട്. പിന്നെ ബേസ് ലൈൻ തന്നെ ഇവരുടെ ഒരു സെൻസറി സ്റ്റിമുലേഷൻ കുറച്ച് കൂടി നിൽക്കാം. അതുകൊണ്ട് തന്നെ ഈ ബോർഡം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഈ കുഞ്ഞുങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടായേക്കാം. അപ്പൊ ഇതൊക്കെയാണ് ഈ ജനറേഷൻ ആൽഫേനെ പറ്റിയിട്ടുള്ള വാദഗതികൾ സൈക്കോളജിക്കൽ വ്യൂ പോയിന്റില്. ഇനിയോ 2025 ശേഷം 2025 ഓൺവേർഡ്സ് ആയിട്ട് വളരുന്ന കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ബീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ബീറ്റേന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ AI ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അവരിനി ലോകത്തിനെ കാണാൻ പോകുന്നത് തന്നെ. അപ്പോ എന്താ പറയാ, വെർച്വൽ അല്ലെങ്കിൽ ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു ബ്ലെൻഡഡ് റിയാലിറ്റി ഒക്കെ നമ്മളെക്കാളും ഒരു 10 മടങ്ങ് പെർസീവ് ചെയ്യാൻ പോകുന്നത് ഒരു പക്ഷേ ഈ കുഞ്ഞുങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ഐഡന്റിറ്റീനെ പറ്റിയുള്ള കോൺസെപ്റ്റ്, ഐഡന്റിറ്റി ഡിഫ്യൂഷൻ ഇവർക്ക് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഹ്യൂമൻ ബീങ്സിൽ നിന്ന് ഇമോഷൻസ് ലേൺ ചെയ്യാൻ ഇവർക്ക് പറ്റുമോ, അതല്ലെങ്കിൽ ഇവരുടെ ഇന്റലിജൻസ് ഇവരുടെ ഇമോഷൻസ് ഒക്കെ ഏത് ലെവലിലായിരിക്കും ഗ്രോ ഔട്ട് ചെയ്യുക, ഇതൊക്കെ ചർച്ചാ വിഷയ. ഇറ്റ് ഈസ് യെറ്റ് ടു ഫൗണ്ട് ഔട്ട്, യെറ്റ് ടു ബി നോൺ എന്നുള്ള ഗ്രൂപ്പിലേക്കാണ് ഡിസ്കഷൻസ് പോയിക്കൊണ്ട് കിടക്കുന്നത്. അപ്പോ വാട്ട് ഇസ് സോ പെക്യൂലിയർ അബൌട്ട് കറന്റ് അഡോളസെന്റ്, അതായത് നമ്മൾ ജനറേഷൻ സീനെ പറ്റി പറഞ്ഞു, ആൽഫേനെ പറ്റി പറഞ്ഞു, ബീറ്റേനെ പറ്റി പറഞ്ഞു. അപ്പോ ഇപ്പത്തെ അഡോളസെൻസ് മാനേജ് ചെയ്യാൻ ഹാർഡർ ആണോ, അല്ലെങ്കിൽ എന്താണ് ശരിക്കും അവർക്ക് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആക്ച്വലി ഇവരുടെ ബ്രെയിൻ ബയോളജിക്കലി പറഞ്ഞാൽ ആൻഷ്യൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ എവല്യൂഷണറിലി കുറച്ച് പുതുമയുള്ള എൻവയൺമെന്റിൽ ഒരു പഴയ ബ്രെയിൻ ആയിട്ടുള്ള അഡോളസെൻസ്, അതാണ് ബേസിക് ആയിട്ട് ഇവരെ പറ്റി ഇപ്പൊ പറയുന്ന സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഇമോഷണൽ സർക്യൂട്ട്സ്, ലിംബിക് സിസ്റ്റം കുറച്ച് ഓവർ സ്റ്റിമുലേറ്റഡ് ആയേക്കാം. പക്ഷെ ഇവരുടെ എന്താ പറയാ, ഓരോ സാഹചര്യത്തിലും എങ്ങനെ ചിന്തിക്കണം, എങ്ങനെ പെരുമാറണം, കോൺസിക്വൻസസ്, വരും വരായികകൾ ആലോചിക്കണം എന്നൊക്കെ നമ്മളെ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടിക്കൽ ഭാഗം അത്ര തന്നെ
ഡെവലപ്ഡ് അല്ലാതാണ്. അപ്പോ ലിംബിക് സിസ്റ്റം ഓവർ സ്റ്റിമുലേറ്റഡും എന്നാൽ പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അത്ര തന്നെ സ്റ്റിമുലേറ്റഡും അല്ലാതെ ഇരിക്കുകയും എന്നാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഹൈപ്പർ ഇവാലുവേറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിൽ ഈ ബ്രെയിൻ ആൻഷ്യന്റ് ആയിട്ടുള്ള ഈ ബ്രെയിൻ വന്ന് കിടക്കുകയും ചെയ്യുന്നതിന്റെ ലിമിറ്റേഷൻസ് നമ്മൾ ഈ കുഞ്ഞുങ്ങളിൽ കണ്ടേക്കാം. അപ്പോ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് ഇമോഷണൽ ഇഷ്യൂസ് വന്നാൽ അതിശയം വിചാരിക്കണ്ട. ഇതാണ് ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ്. അപ്പോ നമുക്ക് ഇവരെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ അത്ര റിജിഡ് അല്ലാതെ എന്നാൽ ഒരു സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ കാര്യങ്ങൾ പറ്റണം. അതാണ് ഒരു പെർസ്പെക്റ്റീവ് പറയുന്നത്. 2, എംപതി വേണം, പക്ഷെ എല്ലാം പെർമിറ്റ് ചെയ്യുന്ന ഒരു വേൾഡിലേക്ക് അവരെ നയിക്കുന്നതിലും അർത്ഥമില്ല. അടുത്തത്, ബൗണ്ടറീസ് വെക്കാനും ചിന്തിക്കാനും നമ്മൾ അവർക്ക് ഒരു ലേണിംഗ് എക്സ്പീരിയൻസസ് കൊടുക്കേണ്ടി വരും. പിന്നെ ഇമോഷൻസ് ബേസിക്കലി എന്താ പറയാ ഹാൻഡിൽ ചെയ്യാനുള്ള സ്കിൽ സെറ്റ് നമ്മൾ നമ്മുടെ ഈ അഡോളസൻസിനാക്കി കൊടുത്താൽ എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ്. അപ്പോ അതിലുള്ള ഒരു ബേസിക് പ്രശ്നം കിടക്കുന്നത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ഈ അഡോളസൻസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ബേസിക്കലി ലത്തീൻ എന്നാണ് വരുന്നത്. ലാറ്റിൻ വേർഡ് ആണ്. ടു ഗ്രോ ടു മെച്യൂർ, ടു ഗ്രോ അപ്പ് ടു മെച്യൂർ എന്നാണ് ആ വാക്കിന്റെ തന്നെ അർത്ഥം. അപ്പോ പ്രശ്നം എന്താന്ന് വെച്ചാല്, ഈ അഡോളസെന്റ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. ഹി ഓർ ഷീ ഈസ് ഇൻ ദ പ്രോസസ് ഓഫ് ഗ്രോയിങ്. അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ്, ബട്ട് നോട്ട് യെറ്റ് ഫുള്ളി മെച്യൂർ. അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ ഇതിനെ ഒരു വ്യക്തതയുള്ള സ്റ്റേജ് ആയിട്ട് കാണണം എന്ന് പറയുമ്പോഴും പ്രാക്ടിക്കലി ഇത് അത്ര എളുപ്പമല്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ അവരോട് പറയും, നീ പണ്ടത്തെ പോലെ ചെറിയ കുട്ടിയൊന്നും അല്ല, നീ കുറച്ചുകൂടി റീസണബിളി തിങ്ക് ചെയ്ത് പെരുമാറണം. ചിലപ്പോൾ കുട്ടി ഡിസിഷൻസ് ഒക്കെ പറയുമ്പോൾ പറയും, നീ അത്ര വലിയ കുഞ്ഞുവായിൽ വലിയ വർത്താനൊന്നും പറയണ്ട, നീ നിന്റെ സ്വന്തം കാര്യം നോക്കിയാൽ മതി. സ്വന്തം കാര്യം അവർ നോക്കുമ്പോൾ നമ്മൾ പറയും നീ സെൽഫിഷ് ആണ്. അപ്പൊ പല കോണ്ടെക്സ്റ്റിലും എന്താ പറയാ ഈ 10 to 19 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിന് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ഇൻഫർമേഷൻസ് വരുന്നത് അവർക്ക് അത്ര തന്നെ എന്താ പറയാ അത്ര കംഫർട്ടബിൾ അല്ലാത്തൊരു ഗ്രോത്ത് ഫേസിന്റെ കാലഘട്ടത്തിൽ അവരെ ബാധിക്കുന്നു എന്നും ഒരുപാട് പഠനങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇവരുടെ ബ്രെയിനിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇമോഷണൽ ബ്രെയിൻ ആക്റ്റീവാണ്, സ്ട്രോങ് ആണ്, അത് റിലേറ്റീവ്ലി മെച്യൂറും ആണ്. അപ്പോ ഇഷ്ടം, സ്നേഹം, പ്രേമം, വാശി ഇങ്ങനത്തെ എല്ലാ സിസ്റ്റവും ഒരു പക്ഷേ പ്രീ അഡോളസെന്റിലേക്ക് കയറുമ്പോൾ തന്നെ ആക്റ്റീവാണ് എന്നർത്ഥം. എന്നാൽ നേരെ മറിച്ച് ഒരു കാര്യം പ്ലാൻ ചെയ്യാൻ അത് തെറ്റാണ്, അത് ക്യാരി ഔട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ റിസ്ക് ഇവാലുവേറ്റ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് സിസ്റ്റം ഡെവലപ്മെന്റൽ പ്രോസസ്സിലാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ പലപ്പോഴും റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് കൂടുതൽ കാണുന്നത്, മൂഡ് ഫ്ലക്ച്വേഷൻസ് കൂടുതൽ കാണുന്നത്, സൊസൈറ്റിക്ക് അവരെ ആരെങ്കിലും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അവരെ വാലിഡേറ്റ് ചെയ്യണം എന്ന് കരുതിയിട്ടുള്ള ബിഹേവിയേഴ്സ് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോ പലപ്പോഴും നമ്മള് എന്താ പറയാ പണ്ട് നമ്മളെ സാർ ഇത് പഠിപ്പിക്കുമ്പം കോമഡിക്ക് പറയുമായിരുന്നു, എവല്യൂഷനിൽ ഒരു അഡോളസെന്റിന്റെ ബ്രെയിനിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഈ അഡൾട്ടിന്റെ ഇമോഷൻസ് കൊണ്ടുവന്ന് വെക്കുകയും ചെയ്തു, എന്നാൽ സെൽഫ് കൺട്രോളിനുള്ള മാനുവലിന്റെ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ താനും. അപ്പോ മാനുവൽ ഫോർ സെൽഫ് കൺട്രോൾ പ്രോപ്പറായി വർക്ക് ചെയ്ത് തുടങ്ങാതെ ഫുൾ ബ്ലോൺ ഇമോഷണൽ സെറ്റ് വർക്കിംഗ് ആയതിന്റെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഈ കുഞ്ഞുങ്ങളിൽ ബേസിക്കലി കാണേണ്ടി വരും എന്ന് നമ്മൾ ഇവരെ ലൈക്ക് ആസ് പേഷ്യൻസ് അല്ലെങ്കിൽ ആസ് പീപ്പിൾ നമ്മൾ ഇവരെ കണ്ടു തുടങ്ങുമ്പോൾ നമ്മളെ മൈൻഡിൽ ആന്റിസിപ്പേറ്റ് ചെയ്യണം എന്ന് സാറ് പണ്ട് പറയാറുണ്ടായിരുന്നു. അപ്പോ ഈ എൻവയൺമെന്റ് ഇത്ര ഹൈ സ്റ്റിമുലേറ്റിംഗ് ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ ചുറ്റുപാടിൽ ഇത്രയും പ്രത്യേകതകൾ ഉള്ളത് കൊണ്ട് കറന്റ്ലി നമുക്കുള്ള കൂടുതൽ ചാലഞ്ചസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നങ്ങൾ, ഒന്ന്
ഫ്രസ്ട്രേഷൻ വന്നാൽ ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അവര് വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹത്തിനൊത്ത് പ്രതീക്ഷിച്ചതുപോലെ നടന്നിട്ടില്ലെങ്കിൽ, അവർക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം നടന്നാൽ, ഒരു ഫ്രസ്ട്രേറ്റഡ് എൻവയൺമെന്റ് വന്നാൽ അത് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി, അത് ജനറലി പല കുഞ്ഞുങ്ങളിലും കുറവായി കാണുന്നു എന്നുള്ളതാണ്. അപ്പോ അവിടെ നമ്മൾ ഇമീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നൊരു വാക്കുകൂടി പറയും. അതായത് ഇപ്പൊ മുന്നേ ഒരു 15 കൊല്ലം മുന്നെയാണ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡ് കഴിക്കണമായിരുന്നെങ്കിൽ ഞാൻ ഇൻവേരിയബിളി ആ ഹോട്ടലിൽ പോയി അവിടെ ഇരുന്ന് മെനു ഓർഡർ ചെയ്ത് കഴിക്കണമായിരുന്നു. അപ്പോ എൻ്റെ ആഗ്രഹങ്ങളും അത് നടത്തിയെടുക്കുന്നതും തമ്മിൽ ഒരു ഗ്രാറ്റിഫിക്കേഷൻ ടൈം പീരീഡ് ഉണ്ടായിരുന്നു, എനിക്കത് ചിന്തിക്കാൻ, ഓർക്കാൻ, ചെയ്യാനൊക്കെ. പക്ഷെ ഇപ്പോ ഇമീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ഇപ്പൊ സ്വിഗ്ഗി ഉണ്ട്, ഇൻസ്റ്റാമാർട്ട് ഉണ്ട്, ബിഗ് ബാസ്ക്കറ്റ് ഉണ്ട്. ഏത് കാര്യം എടുത്താലും നമുക്ക് ഇമീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷന് ഓപ്പർച്യൂണിറ്റീസ് ഒരുപാടുണ്ട്. അപ്പൊ അത് പലപ്പോഴും ഈ ഫ്രസ്ട്രേഷൻ ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി കുഞ്ഞുങ്ങളുടേത് കുറയ്ക്കുന്നതിന്റെ ഒരു ഫാക്ടർ ആകുന്നു എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. വേറൊരു പ്രോബ്ലം ഉള്ളത് എന്താന്ന് വെച്ചാല് പെട്ടെന്ന് ദേഷ്യം വരിക, അല്ലെങ്കിൽ വിഡ്രോൺ ആകുക, പ്രത്യേകിച്ച് ഡിവൈസുകളുമായിട്ടുള്ള പ്രശ്നം. അതായത് ഫോൺ ഉപയോഗിക്കുന്നത്, ഐപാഡ് ഉപയോഗിക്കുന്നത്, TV ഉപയോഗിക്കുന്നത്, ഗെയിം, ഈ സംസാരം ഏത് വീട്ടിൽ നടന്നാലും പാരൻസും കുഞ്ഞുങ്ങളും തമ്മിൽ അത്ര കംഫർട്ടബിൾ അല്ലാത്ത ലെവലിലാണ് സംസാരം പലപ്പോഴും അവസാനിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ പലപ്പോഴും ഇവരുടെ എന്താ പറയുക, തിങ്കിങ് പാറ്റേൺ, ഇപ്പം പണ്ടാണെങ്കിൽ എന്തിനെങ്കിലും പറ്റി വായിച്ച് ആഴത്തിൽ ചിന്തിച്ച് ആ ഒരു പാറ്റേണിൽ നിന്ന്, ഇപ്പം റീൽ ബേസ്ഡ് ആണ്, അല്ലെങ്കിൽ ഷോർട്സ് ആണ്, വൺ ഷോട്ട് വീഡിയോസ് ആണ്, അതുകൊണ്ട് ആ ഒരു ഡീപ്പ് ആൻഡ് തിങ്കിങ് പാറ്റേൺ ഡെഫിനറ്റ്ലി ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഫെറ്റിഗ് പലപ്പോഴും നമ്മളിപ്പോ ഒരു മെയിൽ അയക്കാനാണെങ്കിലും, അല്ലെങ്കിൽ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനാണെങ്കിലും, ചിലപ്പോൾ ട്രിവിയൽ ഡീറ്റെയിൽസ്, എന്ത് ഡ്രസ്സ് ഇടണം, എവിടെ പോകണം, ഏത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കണം, ഇതൊക്കെ പലപ്പോഴും ഡിഫിക്കൽട്ട് ആണ് ഒരു ഡിസിഷൻ എടുക്കാൻ. ഡിസിഷൻ മേക്കിംഗ് ഫെറ്റീഗ് വളരെ കോമൺ ആയിട്ട് കാണുന്നു എന്നുള്ളതാണ്. അപ്പോ ഫേസ് ടു ഫേസ് ആയിട്ട് സോഷ്യൽ സ്കിൽസ്, അല്ലെങ്കിൽ അതോറിറ്റി പറയുന്നത് ഒബേ ചെയ്യേണ്ടി വന്നാൽ അന്നേരം അത് ബെയർ ചെയ്യാനുള്ള കപ്പാസിറ്റി, ഇതിലൊക്കെ നമ്മളെ കുഞ്ഞുങ്ങളില് എന്താ പറയാ ചേഞ്ച് കാണുന്നുണ്ട് എന്നുള്ളത് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ പാരന്റ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ലിവിങ് ഇൻ കറന്റ് സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളെ കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും സ്ക്രീൻസ് എന്ന് പറയുന്നത് ഒരു അഡിക്ഷൻ എന്ന് പറയുന്നതിനേക്കാൾ അവരുടെ ഇമോഷൻ റെഗുലേറ്റ് ചെയ്യാൻ അവർ ഉപയോഗിക്കുന്ന ഒരു മീഡിയ ആണ്. ഇപ്പോ എനിക്ക് ഒരു വലിയ ചാപ്റ്റർ ഇപ്പൊ പഠിക്കാനുണ്ട്. ഞാൻ 10ാം ക്ലാസ്സിലാണ്. എനിക്കറിയാം ഞാൻ പഠിക്കണം, പഠിച്ചാലേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോ എനിക്ക് പഠിക്കണം, ഞാൻ എന്തായാലും പഠിച്ചിരിക്കും, ഇന്ന് അരമണിക്കൂറിനുള്ളിൽ ഞാൻ പഠിച്ചു തുടങ്ങും, ഇതൊക്കെ ഞാൻ തീരുമാനിച്ചു, എൻ്റെ ചിന്തയിൽ അതുണ്ട്, ഇറ്റ് ഈസ് ഇൻ മൈ തോട്ട്. പക്ഷേ ഞാൻ പഠിച്ചു തുടങ്ങണ്ടേ, ഇത് തീരൂ, എനിക്കിത് പേപ്പറിൽ എഴുതാൻ പറ്റുമോ, തീർന്നിട്ടില്ലെങ്കിൽ എന്താകും, മാർക്ക് കുറഞ്ഞ ആളുകൾ എന്ത് ചിന്തിക്കും. അപ്പൊ പലപ്പോഴും ഈ ഒരു ഫിയർ, അല്ലെങ്കിൽ ആങ്സൈറ്റി, അല്ലെങ്കിൽ ഒരു മടുപ്പ്, അല്ലെങ്കിൽ ഒരു ബോർഡം കേറുമ്പോ തൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ആ ബുക്ക് അവിടെ മാറ്റിവെക്കുന്നു. എന്നിട്ടോ ഞാൻ സ്ക്രീൻസ് അടുത്തുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ടെമ്പററി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുന്നു. പലപ്പോഴും ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സില് ഫിയർ, അല്ലെങ്കിൽ മടുപ്പ്, അല്ലെങ്കിൽ സമ്മർദ്ദം കപ്പിൾ ചെയ്ത് കിടക്കുകയാണ്. ടു ദ എക്സ്റ്റെന്റ് ദാറ്റ് അതിനെ താൽക്കാലികമായി അവോയ്ഡ് ചെയ്ത് കുഞ്ഞുങ്ങൾ ഒരു ആശ്വാസം കണ്ടെത്തുന്നു. അപ്പോ പലപ്പോഴും സ്ക്രീൻസ് എന്റർടൈൻമെന്റോ അഡിക്ഷനോ അല്ല, ഒരു ഇമോഷണൽ റെഗുലേറ്റർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കുഞ്ഞുങ്ങൾക്ക്.
അതാണ് അവരുടെ കംഫർട്ട് സോണ്. അതിന്ന് പക്ഷേ അത് പലപ്പോഴും അവര് പാസീവായിട്ട് സ്ക്രോൾ ചെയ്യാണ്. അവര് മിനിറ്റ് ഇൻസ്റ്റയിലും ബാക്കി കാര്യങ്ങളിലും കണക്റ്റഡ് ആണെന്ന് പറഞ്ഞാലും ലോൺലി ഫീലിംഗ് അപ്പോഴും അവർക്ക് ഉണ്ട് എന്നുള്ളതാണ്. സോ ഒരു ഭാഗത്ത് നമ്മളിപ്പം പാസ്റ്റിൽ നിന്ന് പ്രസന്റിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ടു ദി ജനറേഷൻ എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ വളരെ ഇമാജിനേറ്റീവായിട്ട് ഫിസിക്കലായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഒരു സ്ക്രീൻ മീഡിയേറ്റഡ് ഗെയിമിംഗ് പാറ്റേണിലേക്ക് നമ്മളെ കുട്ടികൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ അതോറിറ്റി, അഡൾട്ട് പറയുന്നത് കേൾക്കുക, മൂത്തവര് പറയുന്നത് കേൾക്കുക എന്നുള്ള ആ ഒരു പാറ്റേണിൽ നിന്ന് കുറെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അല്ലെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്തിട്ട് അതെന്താ അങ്ങനെ ആയാല്, അത് അങ്ങനെ ആവണം എന്നെന്താ നിർബന്ധം, ഈ ഒരു പാറ്റേണിലേക്ക് അതോറിറ്റി ബേസ്ഡ് സാധനം. അതേപോലെ ബോർഡം പണ്ട് വളരെ കോമൺ ആയിരുന്നു, അത് ഇപ്പോഴും കോമൺ ആണ്. പക്ഷെ പണ്ട് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു. ഇപ്പോ 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടിക്ക് പോലും ബോറടി എന്ന് പറഞ്ഞാല് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, മടുപ്പ്. ഇൻഫാക്ട് കുഞ്ഞുങ്ങളെ ഇപ്പൊ പഠിപ്പിക്കാൻ, അതായത് ഈ പ്രോബ്ലം ഉള്ള കുട്ടികൾക്ക് നമ്മൾ ലേണിംഗ് സ്കിൽസ് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് സമയം അവരെ ബോർഡം ഫീൽ ചെയ്യിപ്പിച്ചിട്ടാണ് ലേണിങ്ങിലേക്ക് വീണ്ടും കയറാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈ എക്സ്പീരിയൻസ് ഓഫ് ലേണിംഗ് അല്ലെങ്കിൽ ബുക്കുമായിട്ടുള്ള പഠിത്തം അവർക്ക് ഈ ബോർഡത്തിനേക്കാൾ ബെറ്റർ ആണെന്ന് അവരെ ബ്രെയിൻ സെൻസ് ചെയ്യാൻ. അപ്പോൾ എക്സ്പീരിയൻസിങ് ബോർഡം ഈസ് കറന്റ്ലി യൂസ്ഡ് ആസ് എ തെറാപ്യൂട്ടിക് സ്ട്രാറ്റജി ഈവൺ എന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതിശയം തോന്നും എന്നുള്ളതാണ്. ഐഡന്റിറ്റി ഫോർമേഷൻ ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങൾക്ക് ശരിക്കും ഡിഫറൻസ് വന്നിട്ടുണ്ട്. കാര്യം എന്താ വെച്ചാല് ഒരു നമ്മള് ടൈം കൊണ്ട് നമ്മൾ ആരാ എന്താന്നൊക്കെ മനസ്സിലായി എക്സ്പീരിയൻഷ്യൽ ആയിട്ട് വളർന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് റാപ്പിഡായിട്ട് സൊസൈറ്റിയും നെറ്റും പീപ്പിളും എക്സ്റ്റേണലി വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി ഫോർമേഷൻ നമ്മളെ കുഞ്ഞുങ്ങളിൽ അഡോളസെൻസിൽ വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. അതേപോലെ ഡിസിപ്ലിൻ ചെയ്യുന്നതിൽ നമുക്ക് കൃത്യമായ ബൗണ്ടറീസും ഡിസിപ്ലിനും ഫിയേഴ്സും ഒക്കെ ഉണ്ടായിരുന്ന കാലത്തുനിന്ന് പാറ്റേൺ ഓഫ് ഡിസിപ്ലിനിങ്ങില് അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് പാരന്റിങ്ങിലും ഒരുപാട് അതാണ് ഒബീഡിയൻസ് ബേസ് ചെയ്തിട്ട് നിങ്ങളിപ്പോ പാരന്റ് ചെയ്യണ്ട, ഇമോഷണൽ കോച്ചിങ് കൊടുത്താൽ മതി എന്ന് ഇപ്പൊ ബേസിക്കലി പറയാനുള്ള ഒരു റീസൺ, ഒരു മാറ്റർ ഇതിനകത്ത് വരുന്നത് അതുകൊണ്ടാണ്. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി, ഡു ആസ് ഐ സേ എന്ന് പറയുന്നതിന് പകരം ഡു ആസ് ഐ ഡു പാരന്റിന് മോഡൽ ചെയ്യാൻ പറ്റിയാൽ നല്ലത്. അതേപോലെ തന്നെ മെറ്റാ സ്കിൽസ് എന്ന് പറയും. അതായത് ഞാൻ എന്ത് ചിന്തിക്കുന്നു എന്ന് എനിക്കറിയാം. മെറ്റാ കോഗ്നിഷൻസ് എന്ന് പറയും. തിങ്കിങ് അബൌട്ട് മൈ തോട്ട്സ്, അണ്ടർസ്റ്റാൻഡിങ് മൈ ഓൺ ഇമോഷൻസ്. അപ്പോൾ മെറ്റാ സ്കിൽസ് ആണ് നമ്മൾ ഈ ടൈപ്പ് കുഞ്ഞുങ്ങളിൽ ഇന്നത്തെ കാലത്തെ, അതായത് മെറ്റാ സ്കിൽസും ഗ്രാറ്റിഫിക്കേഷൻ ഡിലേ ചെയ്യാനും അതേപോലെ തന്നെ ഡിജിറ്റലി ഇപ്പം IQ പറഞ്ഞിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ EQ പറയാൻ തുടങ്ങി, ഇമോഷണൽ കോഷ്യന്റ് പറയാൻ തുടങ്ങി. അത് കഴിഞ്ഞ് MQ മെന്റൽ കോഷ്യന്റ് എന്ന കോൺസെപ്റ്റ് വന്നു. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോ കറന്റ്ലി വർക്ക് ചെയ്യുന്ന മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത്, ഒന്ന് നമുക്ക് ഈ ഡിജിറ്റൽ കോഷ്യന്റ് വളരെ മെയിൻ ആയിട്ട്, അതായത് മാൻഡേറ്റ് ആണ് ഇന്നത്തെ കാലത്ത്. അതായത് ഡിജിറ്റൽ ലൈഫ് എത്രമാത്രം കുഞ്ഞിന് യൂസ് ചെയ്യാൻ കുഞ്ഞ് കേപ്പബിൾ ആണ്, റെസ്പോൺസിബിൾ ആണ്. ഡിജിറ്റൽ യൂസിൽ കുഞ്ഞ് എത്രമാത്രം നോയിങ് വെൻ ടു സ്റ്റോപ്പ്, അതാണ് ഈ ഡിജിറ്റൽ സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഇമോഷണൽ റെസീലിയൻസ് എന്ന് പറയും. അതായത് ഒരാൾ നിങ്ങളെ റിജക്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളെ ട്രോൾ ചെയ്യാൽ, നിങ്ങളെ ബുള്ളി ചെയ്താൽ, ഇത് ഓൺലൈനോ ഓഫ്ലൈനോ ഹാൻഡിൽ ചെയ്യാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റി സ്കിൽസ്, അതായത് ഇമോഷണൽ റെസീലിയൻസ് സ്കിൽസ്, ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും. അതേപോലെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി, അതായത് റിയൽ ന്യൂസ് ഏതാണ്, ഫേക്ക് ന്യൂസ് ഏതാണ്, നിങ്ങളെ പെർസ്യൂഡ് ചെയ്തിട്ട് ആളുകളെ ഏൽപ്പിക്കുകയാണോ, നിങ്ങൾ
അറിയാതെ സൈബർ ബുള്ളിങ്ങിന്റെ പാർട്ട് ആകുന്നുണ്ടോ? നിങ്ങൾ കൺസെന്റ് കൊടുക്കണ്ടാത്തടത്ത് കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രൈവസിയിൽ അവർ ബ്രീച്ച് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇതെല്ലാം കുഞ്ഞിന് കോർ സൈക്കോളജിക്കൽ കോമ്പിറ്റൻസീസ് ഉണ്ടെങ്കിൽ DQ നല്ലതാണ് എന്ന് പറയാം എന്നൊരു കോൺസെപ്റ്റ് വന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞിന് പോസ് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് ഡിജിറ്റലി മെച്യൂർ ആണെങ്കിൽ, അതായത് അവരെ സ്ക്രീൻ ഒഴിവാക്കിപ്പിക്കുക എന്നുള്ളതല്ല, സ്ക്രീൻ വൈസ് ആയിട്ട് ഉപയോഗിക്കാൻ ട്രെയിൻ ചെയ്താലേ ഇനിയുള്ള കാലത്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊരു കോൺസെപ്റ്റ് വന്നു. അപ്പോൾ കോഷ്യൻസിൽ വന്നിട്ടുള്ള ചേഞ്ച് ആണ് ഞാൻ പറഞ്ഞത്. IQയിൽ നിന്ന് EQയിൽ നിന്ന് MQയിൽ നിന്ന് DQയിൽ നിന്ന്. അപ്പോ ഡിജിറ്റൽ കർഫ്യൂ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നു, ഡിജിറ്റൽ സൺസെറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നു, ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നു. 6th 7th ഒക്കെ ആകുമ്പോഴേക്കും ഓൺലൈൻ കോഴ്സുകൾ വന്നു, DQ മെച്ചപ്പെടുത്താനുള്ള കോഴ്സുകൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ബിഹേവിയറൽ വാക്സിൻസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് വളരെ വ്യാപകമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മൾ കോവിഡ് കാലത്ത് കോവിഡിന്റെ വാക്സിൻ എടുത്തതുപോലെ, ഇൻഫ്ലുവൻസയ്ക്ക് ഫ്ലൂ വാക്സിൻ എടുക്കുന്നത് പോലെ പെരുമാറ്റങ്ങൾ വാക്സിൻ ആകുക. സോ ദാറ്റ് ഒരു സെറ്റ് ഓഫ് എവറിഡേ ഹാബിറ്റ്സ് നമുക്കുണ്ട്. ഇത് നമ്മളെ ബെറ്റർ ബിഹേവിയേഴ്സ് ഉണ്ടാക്കും. ഡിജിറ്റൽ അഡിക്ഷൻ മാറ്റാൻ, അല്ലെങ്കിൽ ആങ്സൈറ്റി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ, ഇമോഷണലി അപ്സെറ്റ് ആകുന്നതിന്റെ സാധ്യത കുറയാനുള്ള ഒരു സെറ്റ് ഓഫ് ഹെൽത്തി ബിഹേവിയേഴ്സ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് ഇപ്പോൾ ഒരു ഡെയിലി ഓഫ്ലൈൻ ഫിസിക്കൽ എൻവയൺമെന്റ് ഉണ്ടാകുക, അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റന്റ് സ്ലീപ്പ് വേക്ക് സൈക്കിൾ ഉണ്ടാകുക, ഇനി ഡിവൈസ് ഇല്ലാതെ കുറച്ചു നേരം ഫാമിലി ഡെയിലി സംസാരിക്കുക. അതല്ല, ചില കാര്യങ്ങൾ വിചാരിച്ച അപ്പം നടക്കില്ല, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷനിലേ നടക്കുള്ളൂ എന്നുള്ള ഐഡിയ കുഞ്ഞിന് കിട്ടുക. പിന്നെ നിനക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട്, അത് അമ്മയ്ക്ക് മനസ്സിലാകും, പക്ഷേ ഹിറ്റ് ചെയ്യാൻ അമ്മയ്ക്ക് പെർമിറ്റ് ചെയ്യാൻ പറ്റൂല. അതായത് ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഇമോഷൻസ് ബട്ട് ഐ കാൻഡ് അലൗ അൺആക്സെപ്റ്റബിൾ ബിഹേവിയേഴ്സ്. ഇത് കുഞ്ഞിനോട് നെഗോഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്തരം പെരുമാറ്റങ്ങളെയാണ് നമ്മൾ ബിഹേവിയറൽ വാക്സിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഡിജിറ്റൽ കോഷ്യന്റിന്റെ കൂടെ നമ്മൾ വളരെ വ്യാപകമായിട്ട് അഡോളസൻസിനെ ഹാൻഡിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കാര്യമാണ് പിന്നെ നമ്മൾ ഈ പറയുന്ന എന്താ പറയാ ബിഹേവിയറൽ വാക്സിൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ്. പിന്നെ അതേപോലെ ഒരു മുറിവ് വന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നത് പോലെ PFA, സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്റ്റർബിങ് കണ്ടന്റിനോട് എക്സ്പോഷർ ഉണ്ടായി, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സൈബർ ബുള്ളി ചെയ്തു, അല്ല നമ്മളെ ഒന്നും വേണ്ട, നമ്മളെ മെസ്സേജ് ഒരാൾ കണ്ടുണ്ട്, നീല ടിക്ക് ഉണ്ട്, പക്ഷെ റിപ്ലൈ ചെയ്തില്ല. അതെന്താ റിപ്ലൈ ചെയ്യാന്നേ? റിജക്ട് ചെയ്തോ? പറ്റാഞ്ഞിട്ടാണോ? ആ ഒരു റിജക്ഷൻ സർവൈവ് ചെയ്യാനാണെങ്കിൽ പോലും, അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു മെൽറ്റ് ഡൗൺ വന്നാല് ഇയാൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് പ്രോസസ്, അതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അഥവാ PFA എന്ന് പറയുന്നത്. അപ്പോ അവിടെ ഈ കോർ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഓരോ ഫാമിലിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാ. പാരൻസ് ആകണം എസെൻഷ്യൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആളുകൾ എന്നുള്ളതാ. അപ്പോഴും ക്വസ്റ്റ്യൻ വരുന്നത്, നമ്മൾ എത്രമാത്രം സ്റ്റേബിൾ ആണ്, നമ്മൾ എത്രമാത്രം ബാലൻസ്ഡ് ആണ്. അപ്പോൾ അവിടെ സൈക്കോളജിയുടെ വാദം എന്താന്ന് ചോദിച്ചാൽ, സ്റ്റെബിലിറ്റി കൂടിയ ഒന്നിനെ സ്റ്റെബിലിറ്റി താരതമ്യേന കുറഞ്ഞ ഒന്നിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കേൾക്കാനും അതാണ് അവർക്ക് അന്നേരം ഫീല് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനും, എന്നിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് കൊടുക്കാനും, അതായത് അവരുമായി കണക്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങോട്ടേക്ക് എത്തുള്ളൂ. ഇപ്പോൾ എനിക്കൊരാളോട് ഫോണിൽ സംസാരിക്കണമെങ്കിൽ എൻ്റെ റേഞ്ച് കണക്ഷൻ പ്രോപ്പർ ആവണമെങ്കിൽ, അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കണമെങ്കിൽ എൻ്റെ കണക്ടിവിറ്റി പ്രോപ്പർ ആവണം എന്ന് പറഞ്ഞതുപോലെ, ഈ പാരന്റ് ചൈൽഡ് അല്ലെങ്കിൽ ഡോക്ടർ പേഷ്യന്റ്, ചൈൽഡ് പാരന്റ്, പേഷ്യന്റ് ഡോക്ടർ, ഈ എല്ലാ കമ്മ്യൂണിക്കേഷൻ പാത്ത്
ഓക്കെ ആവണമെങ്കിലും കണക്ടിവിറ്റി നല്ല ലെവലിലാകണം എന്നുള്ളതാണ്. അപ്പോ ആ ഏരിയയിൽ വർക്ക് ചെയ്യാൻ ഓരോ ഫാമിലിയിലും, അപ്പോൾ അൾട്ടിമേറ്റ്ലി ഓൺലി ചേഞ്ചസ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നതിനോടൊപ്പം വി ആർ നോട്ട് റേസിംഗ് ചിൽഡ്രൻ ഫോർ എ സ്ക്രീൻ ഫ്രീ വേൾഡ്. അത് നമുക്കിനി പോസിബിൾ അല്ല. ബട്ട് ഒരു സ്ക്രീൻ വൈസ് വേൾഡിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ടുള്ള സ്കിൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ തിങ്സ് മൈറ്റ് നോട്ട് ബി ദാറ്റ് ഈസി. അത് ശരിക്കും ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെ ആയിരിക്കും എന്നാണ് സൈക്കോളജിയുടെ വാദം. അതുകൊണ്ട് എത്ര മാത്രം എഫേർട്ട് അതിനെടുത്താലും, എത്ര ഇൻപുട്ട് എടുത്താലും, എത്ര വായിച്ചാലും, എത്ര ഡിസ്കസ് ചെയ്താലും തിങ്സ് കുറവാകില്ല എന്നുള്ളതാ കാര്യം. ഓരോ ജനറേഷന്റെ ഗ്യാപ്പ് ഇൻ ടേംസ് ഓഫ് ഇയേഴ്സ്, ഇൻ ടേംസ് ഓഫ് തിങ്കിങ് കൂടി വരുന്നു എന്നുള്ളതാ. അത് ഒരു പക്ഷെ നിങ്ങൾ ഇപ്പത്തെ 18-year-old ചോദിച്ചാൽ അവർക്ക് ദേ മൈറ്റ് ബി ഫൈൻഡിങ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കണക്ട് വിത്ത് എ 10-year-old. ആ 8 വർഷത്തെ ഗ്യാപ്പ് ആയിരിക്കില്ല അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ളതാണ്. ഈ ഗ്യാപ്പ് ഇനിയും കൂടി വരും എന്നുള്ളതാ. അത് ജനറേഷൻ ബീറ്റയിലേക്ക് എത്തുമ്പോഴേക്കും ഇനിയും പ്രൊലോങ്ഡ് ആകും എന്നാണ് സൈക്കോളജിയുടെ വാദം. അപ്പോ നിങ്ങളിപ്പം ബേസിക്കലി കുഞ്ഞുങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് ഇറങ്ങുന്ന, അല്ലെങ്കിൽ ഏർലി എക്സ്പോഷർ ടു റിലേഷൻഷിപ്പ്, പാരന്റ്സ് എപ്പോഴും നമ്മളോട് ചോദിക്കാറുണ്ട്, ഡോക്ടറെ നമ്മളെയൊക്കെ കാലത്തും ഇഷ്ടവും സ്നേഹവും പ്രേമവും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊന്നും ഇത്ര കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോ കുട്ടികളെ അല്ലെങ്കിൽ അഡോളസെൻസിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം എന്താന്ന് വെച്ചാല് പലപ്പോഴും അവരുടെ ആ ഒരു എന്താ പറയാ റിലേഷൻഷിപ്പ് പാറ്റേണില് അല്ലെങ്കിൽ അവരുടെ തോട്ടില് അവരതിനെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ ഒക്കെ കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. ഒരു കോൺഫ്ലിക്റ്റ് വന്നാൽ ടോളറേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇന്നത്തെ ജനറേഷനിൽ പലപ്പോഴും റിലേഷൻഷിപ്പ് കോൺസെപ്റ്റ്സിൽ കുറഞ്ഞിരിക്കുന്നു എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മൈനർ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം അത് പലതരം ഇഷ്യൂസ്. എനിക്ക് പറ്റാത്തത് മറ്റേ ആള് ചെയ്യുന്നു എന്ന് തോന്നിയാൽ അടുത്ത സെക്കൻഡിൽ ഞാൻ ബ്ലോക്ക് ചെയ്യുന്നു. പല റിലേഷൻഷിപ്പിന്റെയും ബ്രേക്കപ്പുകൾ നടക്കുന്നത് വാട്സാപ്പിലും ഇൻസ്റ്റയിലും ആണ്, അല്ലാതെ അത് നേരിട്ട് ചെന്ന് കണ്ട് സംസാരിച്ചിട്ടല്ല എന്നുള്ളതാ. അപ്പോ ഒരു പ്രോപ്പർ ഗ്രീഫിലൂടെ കടന്നു പോയിട്ട് അത് സോർട്ട് ഔട്ട് ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് പോലും കിട്ടുന്നില്ല എന്നുള്ളതാ. പിന്നെ ഒരാൾ ഇമോഷണലി കുറച്ച് ഡിസ്കംഫർട്ട് കാണിച്ചാൽ, ഇപ്പൊ നമ്മളോട് പലപ്പോഴും പേഷ്യൻസ് എന്ന് അവരെ പറയാൻ പറ്റുമോ എന്നറിയില്ല, ആളുകൾ വന്ന് പറയുക ഡോക്ടർ അത് ടോക്സിക് ആണ്, ഇയാള് നാർസിസ്റ്റിക് ആയിരുന്നു. പലപ്പോഴും എന്താ പറയാ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ട് സാധാരണക്കാരിൽ സാധാരണ ആളുകൾ ഇങ്ങനത്തെയൊക്കെ ടെർമിനോളജീസ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ അതിശയം വിചാരിച്ചിരുന്നു തുടക്കത്തിൽ ഇതൊക്കെ ഇവർ എവിടുന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീടാ മനസ്സിലായത് സോഷ്യൽ മീഡിയ കണ്ടന്റ്സ്, അവർക്ക് കിട്ടുന്ന കണ്ടന്റ് എത്രമാത്രം ഫിൽട്ടർ ചെയ്യണം, കാണുന്നതും കേൾക്കുന്നതും എല്ലാം തങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണ് എന്നുള്ള ഒരു ഐഡന്റിറ്റി കൺഫ്യൂഷൻ ആൻഡ് റോൾ കൺഫ്യൂഷൻ. അതെനിക്ക് തോന്നുന്നു അഡോളസെൻസിന് മാത്രമല്ല, ഈ എക്സ്പോഷേഴ്സ് ഫ്രീക്വന്റ് ആൻഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ എല്ലാവർക്കും തന്നെ വരുന്നൊരു പ്രോബ്ലം ആയിട്ടാണ് നമുക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ഈ ഹൈപ്പർ കണക്റ്റഡ് ആകുമ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ ലോൺലിനെസ് ഉണ്ടാകില്ല എന്ന്. പക്ഷെ സൈക്കോളജിയുടെ വാദം അത് ലോൺലിനെസ് പാരഡോക്സ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഓൾദോ നിങ്ങൾ ഇൻസ്റ്റയിൽ 24 hours മറ്റൊരാളോട് ചാറ്റ് ചെയ്താലും ഡീപ്പ് ഇൻസൈഡ് മൈൻഡിൽ ഡിഫിക്കൽട്ടി ഉണ്ടാകും ട്രസ്റ്റ് ചെയ്യാൻ, ഓപ്പൺ അപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ വൾണറബിൾ ആയിരിക്കും എന്നുള്ളത്. അപ്പോ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ നിന്ന് പ്രസന്റിൽ എന്താ ചേഞ്ച് വന്നിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ആ ഒരു സ്ലോ ഗ്രാജുവൽ പ്രോസസ് എക്സിസ്റ്റ് ചെയ്തിരുന്നു കുറച്ചൊക്കെ. അന്നും ഫാസ്റ്റ് ആയിരുന്നിരിക്കും കേട്ടോ ചില കോണ്ടെക്സ്റ്റില്. ജനറൽ പാറ്റേണിൽ സ്ലോ ഗ്രാജുവൽ ലെവലിൽ നിന്ന് ഡെഫിനറ്റ്ലി ഒരു ഫാസ്റ്റ് ഇന്റൻസ് ആ ഒരു പാറ്റേൺ കൂടുതലായിട്ട് ഒബ്സർവ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത് കോൺഫ്ലിക്റ്റുകളെ ഹാൻഡിൽ ചെയ്തത് പണ്ട് ഡിസ്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻഡ്യോർ ചെയ്തിട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ അത് പലപ്പോഴും എന്താ പറയാ ഇൻകംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ
മിസ്പ്രോപ്പർ ആയിട്ടാണ്, പ്രോപ്പർ അല്ലാതെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ബ്രേക്കപ്സ് പലപ്പോഴും പണ്ട് പ്രൈവറ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ അത് ഡിജിറ്റൽ ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. വേറൊരു കാര്യം, വാലിഡേറ്റ് ചെയ്തിരുന്ന നിനക്ക് ആ ഡ്രസ്സ് നല്ലതാണോ, നീ അത് ചെയ്തത് നന്നായോ, ഇതൊക്കെ ഇൻഡിവിജ്വലും ഫാമിലിയും വാലിഡേറ്റ് ചെയ്തെടുക്കുന്ന കുറെയൊക്കെ ലൈക്സ് അല്ലെങ്കിൽ കമന്റ്സ്, സ്ട്രീക്സ് ഒക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇൻഫ്ലുവൻസിന്റെ ഫാക്ടേഴ്സിൽ മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം. വേറൊരു കാര്യം, ഇന്റിമസി, നമുക്ക് ഒരാളുമായിട്ടുള്ള അടുപ്പം ഓവർ ടൈമാണ് പണ്ട് ബിൽഡ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ അത് ദിസ് ഇസ് എക്സ്പെക്ടഡ് മച്ച് ഏർലി, ഇത് വളരെ നേരത്തെ വേണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. വേറൊരു കാര്യം, ഗ്രാജുവൽ ആയിട്ട് ഓവർ ടൈമാണ് മുന്നേ കമ്മിറ്റ്മെന്റ് ഫാക്ടർ വന്നിരുന്നതെങ്കിൽ ഇപ്പോ ആ കാര്യത്തിൽ, അതായത് റിലേഷൻഷിപ്പ് ഓൺ ദ ഹോൾ ഒരു ഗ്രോത്തിന് വേണ്ടി, ബോത്ത് പാർട്ട്നേഴ്സിന്റെ ഗ്രോത്തിന് വേണ്ടി എന്ന് പറഞ്ഞിരുന്നിടത്തുനിന്ന് ഇമോഷൻസ് സേഫ് ആയിട്ട് വെക്കാൻ ഞാൻ വേറൊരാളിൽ ആങ്കർ ചെയ്യുന്ന സോഴ്സ് ആണ് റിലേഷൻഷിപ്പ്. അതുകൊണ്ട് തന്നെ അതിലെന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സെൽഫിനെ ഹാം ചെയ്യുക, ഡിപ്രസ്ഡ് ആവുക, ആങ്ഷ്യസ് ആകുക, അല്ലെങ്കിൽ ആസിഡ് ഒഴിച്ച് കത്തിക്കുക, കോൺഫ്ലിക്ട്സ് റിസോൾവ് ചെയ്യാൻ പറ്റാതെ ആവുക, അങ്ങനത്തെ പല ഇഷ്യൂസും കൂടുതലായി കാണുന്നു എന്നുള്ളതാണ്. അപ്പം ലാസ്റ്റ് ഒരു 40 to 45 മിനിറ്റ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ട്രൈ ചെയ്ത കാര്യം എന്താന്ന് വെച്ചാൽ, ഒന്ന് അഡോളസെന്റ് എന്ന് പറഞ്ഞാൽ ഉള്ള ലത്തീൻ വേർഡ് ടു ഗ്രോ ടു മെച്യൂർ എന്ന് പറയുന്നു. പക്ഷെ ഈ ജനറേഷൻ സി അല്ലെങ്കിൽ ആൽഫ അല്ലെങ്കിൽ ബീറ്റ, ഈ ഓരോ ജനറേഷനും എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്താണ് സൈക്കോളജിക്കലി സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം, പ്ലസ് ഇന്റലിജൻസിന് എന്ത് സംഭവിച്ചു, ഇമോഷണൽ കോഷ്യന്റിന് എന്ത് സംഭവിച്ചു, DQ, MQ, അല്ലെങ്കിൽ ഇത്തരം കോൺസെപ്റ്റുകൾ എങ്ങനെ ഇവോൾവ് ചെയ്തു. ചേഞ്ച് മാത്രമാണ് കോൺസ്റ്റന്റ് എന്ന് നമ്മൾ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എന്തുകൊണ്ടെത്തി, എന്താണ് ശരിക്കും ഒരു അഡോളസെന്റ് ബ്രെയിനിൽ സംഭവിക്കുന്നത്, വൈ നമ്മൾ ഇത് ഹാൻഡിൽ ചെയ്യുന്നത് ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരു റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷനിലാവട്ടെ, അല്ലെങ്കിൽ ഒരു ജനറൽ പാരന്റിങ്ങിന്റെ കോണ്ടെക്സ്റ്റിലാകട്ടെ, ഇന്നത്തെ സോഷ്യൽ സെനാരിയോന്റെ കോണ്ടെക്സ്റ്റിലാകട്ടെ, എന്തൊക്കെ ഡിഫറൻസസ് ആണ് ഈ ഒരു കാലത്ത് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് നോർമൽ, എന്താണ് അബ്നോർമൽ എന്ന് നമുക്ക് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പലപ്പോഴും എളുപ്പമല്ല. സോ ഇനി ഇതിലേക്ക് നമുക്ക് സൊല്യൂഷൻസ് എന്താണ്, അല്ലെങ്കിൽ ബേസിക് എന്താ പറയുക, അതിനൊക്കെ നാവിഗേറ്റ് ചെയ്യാനുള്ള വഴികൾ എന്താന്ന് ചോദിച്ചാൽ, ഒന്ന് സ്റ്റേ ഇൻഫോംഡ് എന്നുള്ളത് തന്നെയാണ്. നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ അറിയേണ്ടത് നിങ്ങളുടെ നീഡാണ്, അതൊരിക്കലും കുഞ്ഞുങ്ങളുടെ നീഡല്ല. അറിയില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക എല്ലാ ആസ്പെക്ട്സും, ദാറ്റ് ഇൻക്ലൂഡ്സ് ദി ടെക്നോളജി എലമെന്റ്സ് ആസ് വെൽ. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, നമുക്ക് എത്രയൊക്കെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞാലും അവിടെയാണ് നമ്മൾ ലൈക്ക് വാട്ട് ഷുഡ് ബി ദ ടൈപ്പ് ഓഫ് പാരന്റിങ്. ഈ മാറിയ കാലത്ത് നിങ്ങൾ എങ്ങനെ പാരന്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ഇപ്പം നമ്മളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് പല ടൈപ്പ് പാരന്റിങ് കാര്യങ്ങൾ പറയുമായിരുന്നു. അതായത് ഇൻസ്റ്റിങ്ക്റ്റീവ് പാരന്റിങ് എന്ന് പറഞ്ഞിട്ടൊരു സൂത്രമുണ്ട്. അതായത് എന്നെ കുട്ടിക്കാലത്ത് തെങ്ങിൽ കെട്ടിയിട്ട് അടിച്ചിരുന്നു അച്ഛൻ, അതുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞിനെ അങ്ങനെ ചെയ്യും. അതായത് എന്നെ വളർത്തിയ ഇൻസ്റ്റിങ്സ് വെച്ചിട്ട് ഞാൻ വളർത്തുന്നു. പിന്നെ അതോറിറ്റേറ്റീവ് പാരന്റിങ്, അതോറിറ്റേറിയൻ പാരന്റിങ്, നെഗ്ലക്റ്റഡ് പാരന്റിങ്, ഹെലികോപ്റ്റർ പാരന്റിങ്, പെർമിസീവ് പാരന്റിങ്, ഇങ്ങനെ പല ടൈപ്പ് പാരന്റിങ് ജാർഗൺസ് സൈക്കോളജിയിൽ വരാൻ തുടങ്ങി. അതൊക്കെ കഴിഞ്ഞിട്ട് ജെന്റിൽ പാരന്റിങ്, അതാണ് ഇപ്പൊ കറന്റ്ലി എന്താ പറയാ, ഈ ന്യൂ ജനറേഷൻ കിഡ്സിനെ ഹാൻഡിൽ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന പാരന്റിങ് സ്ട്രാറ്റജീസിൽ ഒന്ന്. അത് ബേസിക്കലി എന്ന് പറഞ്ഞു അതിൽ ഉദ്ദേശിക്കുന്ന എന്താന്ന് വെച്ചാല്, നിങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോളൂ, പക്ഷെ ഫിസിക്കൽ അല്ലെങ്കിൽ കോർപ്പോറൽ പണിഷ്മെന്റ്സിൽ വലിയ റോളില്ല എന്നാണ്. കണക്ട് ചെയ്തിട്ട് മാത്രം നിങ്ങൾ അവരെ കറക്ഷനിലേക്ക് പോയാൽ മതി. പിന്നെ ഒബീഡിയൻസിന് പകരം ഇമോഷണൽ കോച്ചിങ്ങിനാണ് നിങ്ങൾ അവരിൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ കുഞ്ഞിന്റെ ബിഹേവിയേഴ്സിനെ
ചില കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പം കുഞ്ഞ് ദേഷ്യം പിടിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞ് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുഞ്ഞിന് ചില സ്കില്ലുകൾ പ്രോപ്പർലി സംസാരിക്കേണ്ടതോ അല്ലെങ്കിൽ ട്രെയിൻഡോ അല്ലെങ്കിൽ അതൊരു സ്കിൽ ഡെഫിസിറ്റ് ആണ്. അപ്പോൾ ഓരോ ബിഹേവിയറിനെയും ഒരു കമ്മ്യൂണിക്കേഷൻ, ബിഹൈൻഡ് എവറി ബിഹേവിയർ ഇസ് എ റീസൺ എന്ന് ചിന്തിക്കാൻ പാരന്റിന് പറ്റണം. പിന്നെ നാച്ചുറൽ ആൻഡ് ലോജിക്കൽ കോൺസിക്വൻസസ് ആവശ്യമുള്ളിടത്ത് ഉപയോഗിക്കാൻ നിങ്ങൾ അവസരം കൊടുക്കണം. ഇപ്പൊ നാച്ചുറൽ കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ഇപ്പം പുറത്തിറങ്ങുന്നു, ആകാശത്ത് നല്ലോണം മഴക്കാറ് കാണുന്നു, പക്ഷെ ഞാൻ കുട എടുത്തില്ല, ഞാൻ മഴ നനഞ്ഞു. അപ്പൊ നെക്സ്റ്റ് ടൈം പുറത്തിറങ്ങുമ്പോൾ മഴക്കാറ് കാണുമ്പോൾ ഞാൻ കുട എടുക്കണം. ഇതാണ് നാച്ചുറൽ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ലോജിക്കൽ കോൺസിക്വൻസോ, ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടി വി കാണാം, പിന്നെ ഹോംവർക്ക് ചെയ്തിട്ടില്ല ടി വി കാണണ്ട. അതായത് ലോജിക്കലായിട്ട് ഇങ്ങനെ കോൺസിക്വൻസസ് വരും. അപ്പോൾ ഇത് കുഞ്ഞിനെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ എല്ലാം അവരെ പ്രൊട്ടക്ട് ചെയ്ത്, എല്ലാം അവർക്ക് വേണ്ടി ചിന്തിച്ച്, എല്ലാം ഓവർ ഇൻവോൾവ് ചെയ്ത് ആങ്ഷ്യസ് ആയി അതിന് പകരം അവർക്ക് വേണ്ടി അവർക്ക് ചിന്തിക്കാനും കോൺസിക്വൻസസ് ഫേസ് ചെയ്യാനുള്ള കുറച്ച് സാഹചര്യങ്ങൾ. പിന്നെ വേറൊന്ന്, പറയുന്നത് ചെയ്യൂ എന്ന് പറയുന്നതിനേക്കാൾ മോഡൽ സെൽഫ് റെഗുലേഷൻ. പാരന്റ് അവിടെ ഒരു ഹെൽത്തി മോഡലായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് റുട്ടീൻസ് വെച്ച് ആ ഓരോ ഏജിൽ നിന്നുള്ള മിനിമം ബേസിക് എക്സ്പെക്ടേഷൻസ് വെച്ച്, അതേപോലെ ഓവർ പെർഫെക്ഷൻ ആഗ്രഹിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു വോം വിത്ത് ഫേം അപ്രോച്ച് എടുക്കാൻ പറ്റുക, എന്നാൽ ബൗണ്ടറി സെറ്റ് ചെയ്യാൻ പറ്റുക, ആവശ്യത്തിനുള്ള സ്കില്ലുകൾ പഠിപ്പിച്ചു കൊടുക്കുക, സെൽഫ് കൺട്രോളിലേക്ക് കുഞ്ഞിനെ സ്വയം എത്താൻ സഹായിക്കുക. ഇതാണ് ആ ജെന്റിൽ പാരന്റിങ്ങിന്. അതായത് ഇമോഷണലി സ്ട്രോങ് ആയ ചിൽഡ്രനെ റേസ് ചെയ്യുക എന്നുള്ളതാ, അല്ലാതെ ഒബീഡിയന്റ് ആയ ചിൽഡ്രനെ റേസ് ചെയ്യുക എന്നുള്ളതല്ല ജെന്റിൽ പാരന്റിങ് ആളുകളുടെ വാദഗതി. അപ്പോൾ ഈ മാറിയ കാലത്ത് നമുക്ക് ബേസിക്കലി ടൈപ്പ് ഓഫ് പാരന്റിങ് ഏതാണ് റെക്കമെൻഡബിൾ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ജെന്റിൽ പാരന്റിങ് കോൺസെപ്റ്റ് എന്ന് പറയും. അപ്പോൾ നമുക്ക് അവിടെ പാരന്റിന് ആസച്ച് വേണ്ടുന്ന ഗ്രേറ്റസ്റ്റ് സ്കിൽ എന്താന്ന് ചോദിച്ചാൽ ടു ലേൺ, അൺലേൺ ആൻഡ് റീലേൺ എന്ന് പറയും. ചിലത് പാരന്റ് പുതുത് പഠിച്ചെടുക്കേണ്ടി വരും, ചിലത് പാരന്റ് പഠിച്ചത് മാറ്റി പഠിക്കേണ്ടി വരും, ചിലത് മുന്നേ പഠിച്ചിട്ടുണ്ട് പക്ഷെ വിട്ടുപോയിരുന്നു, ഒന്നുകൂടി റീലേൺ ചെയ്യേണ്ടി വരും. അപ്പോ ദേഷ്യം പിടിച്ചാൽ ഷൗട്ട് ചെയ്ത് ബഹളം വെക്കുന്ന രീതിയാണ് എൻ്റെത് എങ്കിൽ ആസ് എ പാരന്റ്, അതായത് ആണ് പെണ്ണ് എന്നുള്ള ലെവലിൽ നിന്ന് അമ്മ അച്ഛൻ എന്ന ലെവലിലേക്ക് നീങ്ങുമ്പോൾ സൈക്കോളജിയുടെ വാദം പാരന്റ് ആകുക എന്ന് പറയുന്ന പ്രോസസ്സിലേക്ക് കയറുമ്പോൾ റെസ്പോൺസിബിലിറ്റി, കുറെ ക്വാളിറ്റീസ് നമുക്ക് വരുമ്പോൾ ചില കാര്യങ്ങളെ നമ്മൾ അൺലേൺ ചെയ്യുകയും ചിലത് നമ്മൾ റീലേൺ ചെയ്യുകയും ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോ ഡു ആസ് ഐ സേ എന്നുള്ളതിനേക്കാൾ നമ്മളെ കണ്ടിട്ട് ഹെൽത്തി മോഡൽസ് ആവാൻ സാധിച്ചാൽ കുറച്ചുകൂടി ബെറ്റർ ഔട്ട്കം വന്നേക്കാമെന്ന് ജെന്റിൽ പാരന്റിങ്ങിന്റെ കോൺസെപ്റ്റ്സിൽ അവർ പറയുന്നുണ്ട്. സോ അഡോളസെൻസിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബേസിക് പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. പിന്നെ എനിക്കൊന്നും ജെന്റിൽ പാരന്റിങ് മാത്രം പറഞ്ഞാൽ തന്നെ അതൊരു വലിയ ടോപ്പിക്കാണ്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, ബിഹേവിയറൽ വാക്സിൻ, അതേപോലെ ഡിജിറ്റൽ കോഷ്യന്റ്, പിന്നെ റിലേഷൻഷിപ്പിന്റെ ഏരിയ, ഇങ്ങനെ കുറെ ടെർമിനോളജീസ് ഞാനൊന്ന് മെൻഷൻ ചെയ്യുകയാണ് ഈ ലാസ്റ്റ് 1 hour കൊണ്ട് ചെയ്തത്. ഒരു ജസ്റ്റ് ഒരു ബേർഡ്സ് ഐ വ്യൂ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ എൻ്റെ അഭിലാഷ് സാറ് പറഞ്ഞിരുന്നു കഴിയുന്നത്ര ഇന്ററാക്റ്റീവ് ആക്കണം, അതുകൊണ്ടാണ് ഞാനൊരു PPT-യിലേക്കൊന്നും പോവാതിരുന്നത്. എന്തെങ്കിലും ഡിസ്കഷൻസ്, കമന്റ്സ്, ക്വയറീസ് ഉണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം അതിനും കൂടി നമുക്ക് സ്പെൻഡ് ചെയ്യാം. താങ്ക് യു മാഡം. ഡോക്ടർ ടോണി, പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, മാഡമായിട്ട് ഡിസ്കസ് ചെയ്യാം, നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നേരിട്ട് ചോദിക്കാം. ഇല്ല എങ്കിൽ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ വായിക്കാം. ഡോക്ടർ ടോണിയും ഡോക്ടർ ഷാഗിനയും കൂടെ ഉണ്ട്. ഡോക്ടർ ഷാഗിന നമ്മുടെ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ആണ്, ജില്ലാശുപത്രി തൊടുപുഴ, ഇടുക്കി. ഡോക്ടർ ടോണി
കേൾക്കുന്നുണ്ടോ? പാർട്ടിസിപ്പൻസിന് അൺമ്യൂട്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചോളൂ. ഇത് നമുക്കൊരു ഇന്ററാക്റ്റീവ് സെഷനാണ് നമ്മൾ പ്ലാൻ ചെയ്ത്. അപ്പം പാർട്ടിസിപ്പൻസിന് ധൈര്യമായിട്ട് ചോദിക്കാം. അഡോൾസൻസിന്റെ പാരന്റ്സ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ചോദിച്ചോളൂ. മാഡം, ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹൗ ടു ഹാൻഡിൽ ടാൻഡ്രംസ് അറ്റ് വേരിയസ് ലെവൽസ് എസ്പെഷ്യലി റിഗാർഡിംഗ് മൊബൈൽസ്? എനിക്ക് തോന്നുന്നു നമ്മളത് ഓൾറെഡി ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു. മൊബൈലല്ല, വേറെ ഏത് കാര്യത്തിലാണെങ്കിലും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ അപ്സെറ്റ് ആവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്കും. അപ്പോ പാരന്റ് പറയാനുള്ള കാര്യം സിമ്പിൾ ബട്ട് എന്താ പറയാ, ഒരുപാട് വെറുപ്പിക്കാതെ അല്ലെങ്കിൽ നാഗ് ചെയ്യാതെ മാറ്റർ ഓഫ് ഫാക്ട് പറയും, എന്നാൽ ബൗണ്ടറി സെറ്റും ചെയ്യും. അപ്പോ നമ്മളിപ്പോ കുട്ടികൾ ഫ്രണ്ട്സ് ആകുക എന്നൊക്കെ പറയുമല്ലോ. പാരന്റ് എപ്പോഴും പാരന്റ് തന്നെ ആകണം എന്നാണ് സൈക്കോളജിയുടെ വാദം. ഓൾദോ ചില സിറ്റുവേഷൻസിൽ ഫ്രണ്ട്സിനെ പോലെ അവർക്ക് ഡീല് ചെയ്യാം. അപ്പോ ബൗണ്ടറി സെറ്റ് ചെയ്യുന്നത് കുഞ്ഞ് അപ്പം അനുസരിച്ചോളണം അല്ലെങ്കിൽ അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്തോളണം, അങ്ങനെയില്ല. കുഞ്ഞ് ടാൻഡ്രം കാണിക്കാം, ബഹളം വെക്കാം, ഒച്ചയെടുക്കാം. പക്ഷെ ആ പാറ്റേൺ അല്ല ഡിസൈറബിൾ ബിഹേവിയർ എന്ന മെസ്സേജ് കൊടുക്കാൻ മാത്രം സ്റ്റേബിളായി നമുക്ക് ബിഹേവിയറലി റെസ്പോണ്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ക്രൂഷ്യൽ. കണക്ട് ചെയ്യാൻ വഴി എന്താന്ന് ചോദിച്ചാൽ, ഓരോ ഫാമിലിക്കും അവരുടേതായ രീതികൾ ഉണ്ടാകും. ചില ആളുകള് കുറേ നേരം അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിക്കാൻ പ്രിഫർ ചെയ്യുന്നുണ്ടാവും. ചിലർ അങ്ങനെ സംസാരിക്കാതെ തന്നെ കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ടാകും. ഓരോ ഫാമിലിയുടെ ടൈമും മ്യൂച്വൽ സ്പെൻഡിങ് ടൈമും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഇത്ര ടൈം എന്നുള്ള ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇല്ല. നിങ്ങളെ ഫാമിലിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ ഓൺലി തിങ് ഈസ് ഫൈനലി നമ്മൾ എന്താ പറയാ, നീ ഇന്ന് പഠിച്ചോ, നീ കുളിച്ചോ, നീ ഇന്ന് എത്ര നേരം വായിച്ചു, നീ ഫോൺ നോക്കിയോ, അങ്ങനെ കുറെ ആസ്കിങ് ക്വസ്റ്റ്യൻസിനേക്കാൾ ന്യൂട്രൽ ആയിട്ട് കണക്ടിവിറ്റി ടോക്സ് കൂടുതൽ വരണം എന്ന് പറയും. അത് ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറയുന്നു മാത്രം. ഓരോ ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ഓരോ ഏജ് ഗ്രൂപ്പിനും എത്ര സമയം സ്ക്രീൻ ചോദിച്ചാല് ലെസ് ദാൻ 2 years സ്ക്രീൻ വേണ്ട എന്നാണ്. 2 to 6 years ടൈമാണ് ചോദിക്കുന്നതെങ്കിൽ ഇന്ത്യൻ പീഡിയാട്രിക്സിന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, ഇന്റർനാഷണൽ സൈക്കോളജി അസോസിയേഷന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്, APAന്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. സമയമൊക്കെ അരമണിക്കൂർ 1 മണിക്കൂർ ഒക്കെ തന്നെയാണ്. പക്ഷെ അതിൽ യൂഷ്വലി 20-20-20 റൂളിനാണ് പ്രാധാന്യം. അതായത് പ്രൊലോങ്ഡ് സ്ക്രീൻ ടൈം അറ്റ് എ ടൈം ഒഴിവാക്കാൻ എന്നാ പറയാ. അപ്പോ എവറി 20 minutes എങ്കിലും ബ്രേക്ക് മാൻഡേറ്റ് ആണ്. അൺലെസ് നമ്മളിപ്പോ ഒരു വലിയ ക്ലാസ് കാണുകയാണ് അല്ലെങ്കിൽ ഒരു മൂവിയാണ്, അങ്ങനത്തെ സാധനങ്ങളാണെങ്കിൽ. ഷോർട്ടർ സ്ക്രീൻ വാച്ചിങ്സിന് കഴിയുന്നതും വലിയ ക്വാണ്ടിറ്റി ഓഫ് ടൈം കൊടുക്കണ്ട എന്ന് തന്നെയാണ്. ഗെയിമിങ്സ് ആണ് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് അപ്പം കുഞ്ഞ് ഗെയിമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 4 പാരാമീറ്റേഴ്സ്, അതായത് കുഞ്ഞിന്റെ ഏജിന് അപ്രോപ്രിയേറ്റ് ഗെയിം ആണോ, അത് നിങ്ങൾക്ക് ഓൺലൈൻ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. അതിന്റെ വയലൻസ് കണ്ടന്റ് എത്ര ഉണ്ട്, അതിൽ എന്തെങ്കിലും ലീഗൽ അല്ലെങ്കിൽ സെക്ഷൽ കണ്ടന്റ് ഉള്ള ഗെയിമിംഗ് ആണോ, എത്ര ഡ്യൂറേഷൻ കളിക്കുന്നു. ഈ 4 ഫാക്ടേഴ്സ് ഗെയിമിങ്ങിൽ ക്രൂഷ്യൽ ആയിട്ട് ശ്രദ്ധിക്കണം. ഡോക്ടർ ടോണി, ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമോ? ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഷാഹിന മാഡം ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? നമുക്ക് ഈ ടെമ്പർ ടാൻഡ്രംസ് റിലേറ്റഡ് ആയിട്ട് പറയാം. പേരന്റിങ് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഡോക്ടർ വർഷയുടെ കൂട്ടത്തിൽ ഞാൻ ഒന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മൾ ഇപ്പൊ ഈ കാർ ഓടിക്കുന്ന മാതിരിയായി പിള്ളേരെ ഓടിക്കുന്നത്. കാരണം
ഒരേ ഗിയറിലല്ല നമ്മൾ കാർ ഓടിക്കുക. നമ്മൾ ഫസ്റ്റ് ഗിയർ ഉണ്ടാവും, സെക്കൻഡ് ഗിയർ ഉണ്ടാവും, തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ ഉണ്ടാവും. ചില സമയത്ത് നമുക്ക് റിവേഴ്സ് ഗിയറും വേണ്ടി വരും. അപ്പൊ ഈ പിള്ളേരെ മാനേജ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഒരേ രീതിയിലല്ല. ചില സമയത്ത് നമ്മൾ ഇച്ചിരി സ്ട്രോങ് ആയിട്ട് ഫേം ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കേണ്ട സാഹചര്യങ്ങൾ കാണും. ചിലപ്പോൾ നമ്മൾ ഇച്ചിരി ലീനിയന്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു സാഹചര്യം കാണും. അപ്പൊ ഇത് തമ്മിൽ തിരിച്ചറിയുക എന്നുള്ളതാണ് പേരന്റിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. എപ്പോൾ നമ്മൾ സ്ട്രിക്റ്റ് ആവണം, എപ്പോൾ നമ്മൾ ലീനിയന്റ് ആവണം, എപ്പോൾ സ്നേഹം കാണിക്കണം, എപ്പോൾ സ്നേഹം കാണിക്കരുത് എന്ന് നമുക്ക് പേരൻസിന് ഒരു വകതിരിവ് ഉണ്ടാകുക എന്നുള്ളതാണ് ടെമ്പർ ടാൻട്രംസ് മാനേജ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. ടെമ്പർ ടാൻട്രംസിനകത്ത് ഫസ്റ്റ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ഇഗ്നോർ ചെയ്യുക. ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഡിഫറൻഷ്യൽ പേരന്റിങ് എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ മാറേണ്ടതായിട്ട് വരും. പക്ഷെ ഇവിടെ എല്ലാം പേരൻസിന്റെ ഇമോഷണൽ സ്റ്റെബിലിറ്റി ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. പേരൻസ് ഇമോഷണലി സ്റ്റേബിൾ ആണെങ്കിൽ നമുക്ക് കുട്ടികളുമായിട്ട് കുറച്ചുകൂടെ എളുപ്പത്തിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാര്യം നമ്മളിപ്പോൾ ഒരാൾ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുട്ടികളോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യും, മനസ്സിലാകും എന്ന്. സാധാരണ ഇതിൽ അങ്ങനല്ല. പിള്ളേർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എന്താ പറയുന്നതെന്ന് പോലും കുട്ടികൾക്ക് ചിലപ്പോൾ പിടികിട്ടത്തില്ല. അപ്പൊ നമ്മൾ കാം കമ്പോസ്റ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കുട്ടികൾ കുറച്ചുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് റെസിപ്രോക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യത കൂടും. അതാണ് ഈ കണക്ടിവിറ്റി എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാഡം പറഞ്ഞത്. ഇതിനകത്ത് എന്തെങ്കിലും ഷാഗിന മാഡത്തിന് എന്തെങ്കിലും ആഡ് ചെയ്യാനായിട്ടുണ്ടോ? ഈ ടെമ്പർ ടാൻട്രം അതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഷാഗിന ഡോക്ടർ ലോഗ് ഔട്ട് ആയെന്ന് തോന്നുന്നു. ലോഗ് ഔട്ട് ആയോ? ഓക്കെ ഓക്കെ ഓക്കെ. രണ്ടാമത്തെ ഒരു ചോദ്യം ഹൗ ടു ബിൽഡ് ബോണ്ട് ബിറ്റ്വീൻ സിബ്ലിങ്സ് എന്നുള്ളതാണ്. വർഷ മാഡം അതിനകത്ത് തന്നെയാണ് ഒരു നമ്മള് ബോണ്ട് ഡെവലപ്പ് ചെയ്യുമ്പം ഒരു ഹൈ പെർഫെക്ഷനിസ്റ്റിക് വ്യൂ നമ്മൾ വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. അവരങ്ങ് മറച്ചു കളയുന്നൊന്നും നമ്മൾ വിചാരിക്കരുത് എന്നുള്ളത്. ഇപ്പൊ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ പാരന്റ്, ഞാൻ ആക്ച്വലി കുഞ്ഞുങ്ങളെക്കാളും ഞാൻ അവരോടാണ് സംസാരിച്ചത്. നമുക്കുള്ളൊരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ മിനിമീസിന് എല്ലാ നല്ല ക്വാളിറ്റിയും കൂടി വേണമെന്ന് നമ്മൾ അങ്ങ് ആഗ്രഹിച്ചെറിയും. എംപതി അവർക്ക് വേണം, അൺകണ്ടീഷണൽ ആയിട്ട് അവരെ സിബ്ലിങ്സിനെ ഇഷ്ടപ്പെട്ട് കളയണം എന്നൊക്കെ. കോണ്ടാക്ട് ടൈം കൂടുകയും എനിക്ക് തോന്നുന്നു അവിടെ ആസ് സിബ്ലിങ്സ് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത് മോഡൽ ചെയ്ത് കൊടുക്കുക എന്നും അവർക്ക് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്യാൻ കുറച്ച് ടൈം കൊടുക്കുക എന്നുള്ളതും അൺഡിസൈറബിൾ ബിഹേവിയർ കാണുമ്പോൾ പ്രോപ്പർ ആയിട്ട് കറക്ഷൻസ് കൊടുക്കുക എന്നുള്ളതുമാണ്. പിന്നെ സ്പെസിഫിക് ഇഷ്യൂസ് പറയുകയാണ് എങ്കിൽ പ്രോപ്പർ സെഷൻസ് നിങ്ങൾ കൊടുത്തു തുടങ്ങിയാലും ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക്, പ്രത്യേകിച്ച് ഗ്രോയിങ് സമയമായതുകൊണ്ട്, ഈവൺ ഇഫ് ചില കുട്ടികൾക്ക് മെഡിസിൻസ് വേണ്ടി വരും, ചിലർക്ക് തെറാപ്പി വേണ്ടി വരും, ചിലർക്ക് രണ്ടും ഉണ്ടായാലും, ഇപ്പൊ ടോണിക് തന്നെ അറിയും, എല്ലാ റൂട്ടും പോയാലും ടൈം എടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോ റിസൾട്ട് കിട്ടുന്നത് വരെ കൺസിസ്റ്റന്റ് ആയിട്ട് മെനക്കെടുക എന്നുള്ളത് മാത്രമേ അതിലൊരു വഴിയുള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ റൂട്ടും നാവിഗേറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഈ ബോണ്ട് ഉണ്ടാക്കാനുള്ള ട്രിക്ക്, അങ്ങനെ പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ഇപ്പം സിബ്ലിങ്സ് തമ്മിൽ അത്യാവശ്യം ഒരു ഏജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ റെസ്പോൺസിബിലിറ്റി, ഇളയാളുടെ റെസ്പോൺസിബിലിറ്റി മൂത്തയാളെ ഏൽപ്പിക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ ബോണ്ടുകൾ ഉണ്ടാവും. കാര്യം എന്റെ സ്വന്തമാണ്, ഇറ്റ്സ് മൈ ഓൺ എന്ന് നമുക്കൊരു തോന്നല് കുട്ടികൾക്ക് ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചാല് അവർ തമ്മിലുള്ള ബോണ്ട് യൂഷ്വലി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതിനകത്തൊരു ബ്രദർ കൺസെപ്റ്റിനെക്കാട്ടി കൂടുതൽ ഒരു ഫാദർ സൺ കൺസെപ്റ്റിലേക്ക് വരും. അതുപോലെയാണ് സിസ്റ്റേഴ്സ്. നല്ല ഏജ് ഗ്യാപ്പ് ഉള്ള സിസ്റ്റേഴ്സ് തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആയിരിക്കും. കാര്യം അതൊരു മദർ ചൈൽഡ് റിലേഷൻ ആയിരിക്കും ചില സമയത്ത്. അപ്പം ഇവർ തമ്മിലുള്ള ബോണ്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഈ മാഡം പറഞ്ഞ പോലെ ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡിങ് ആണ്. ഇവർ തമ്മിൽ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക. രണ്ടാമത് ഈ പറയുന്ന റെസ്പോൺസിബിലിറ്റി, ഇളയാളുടെ റെസ്പോൺസിബിലിറ്റി മൂത്തയാളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു ഫീലിംഗ് ഓഫ് സെൽഫ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ കുറച്ചുകൂടെ ബോണ്ടും അറ്റാച്ച്മെന്റും ഒക്കെ കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് ആൾക്കാർക്ക് ചോദിക്കാൻ ഒത്തിരി കാണും. ചില ചോദ്യത്തിനൊന്നും ഉത്തരങ്ങൾ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ സാധിക്കത്തില്ല. കാര്യം ഇത് ജനറലൈസ്ഡ് ആയിട്ട് പറയുന്ന ഒരു കാര്യമല്ല. ഓരോ ഇൻഡിവിജ്വലിനും നമ്മൾ ടൈലർ ചെയ്തിട്ടാണ് സാഹചര്യങ്ങൾ, ഓരോ കുട്ടികളുടെ സ്വഭാവം ഡിഫറെന്റ് ആയിരിക്കും, പേരൻസിന്റെ ഡിഫറെന്റ് ആയിരിക്കും, സാഹചര്യങ്ങൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് ഓരോ ആൾക്കാർക്കും അത് ടൈലർ ചെയ്താണ് പറയുന്നത്. അപ്പൊ എല്ലാത്തിനും നമുക്ക് ഉത്തരങ്ങൾ പറയാൻ ഇച്ചിരി പാടായിരിക്കും. എന്നാലും ഹൗ വി ക്യാൻ ഡെവലപ്പ് ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ ഇൻ അഡോളസൻസ്, അതാണ് വർഷ മാഡം അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഇതിൽ കിടക്കുന്നത്.
അത് മാഡത്തിന്റെ ഒരു ഒപ്പീനിയൻ എന്താണ്? ഓർഡർ ആൻഡ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത്. യെസ്. അവർക്ക് അത് ഡെവലപ്പ് ചെയ്ത് വരാൻ ഡെഫിനറ്റ്ലി കുറച്ച് ടൈം പിടിക്കും. ഹവർ ഡിസൈറബിൾ ബിഹേവിയേഴ്സ് ഇന്നതാണ് എന്ന് നമുക്ക് കോൺസ്റ്റന്റ്ലി നെഗോഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് അഡോളസെന്റ് ആകുമ്പോഴല്ല, ആക്ച്വലി അത് ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യും. ചില കുഞ്ഞുങ്ങൾക്ക് അത് പിക്കപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും, ചിലർ ഗ്രോസ്ലി ഡിസോർഡേർഡ് ആയിരിക്കും. അപ്പൊ ആ ബിഹേവിയർ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമ്മൾ എടുക്കണം എന്നുള്ളത്. അപ്പൊ വാട്ട് ഇസ് ഇൻ ഹിം, ബാക്കി എന്താ നമ്മൾ ഇത് ഐസ്ബർഗിന്റെ ടിപ്പ് മാത്രമാണോ, ഡിസോർഡേർഡ് ആകുന്നു, ഡിസിപ്ലിൻ ഇല്ല, അതിൽ എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യണം എന്ന് അങ്ങനത്തെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്ത് തിങ്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ഓക്കെ മാഡം, ഒരു ക്വസ്റ്റ്യൻ ഉള്ളത്, ഈസ് അസൈനിങ് ചോസ് ഹെൽപ്ഫുൾ ഇൻ ഇമോഷണൽ റെഗുലേഷൻ? പല്ലവി ചോദിച്ചിരിക്കുന്നതാണ്. പല്ലവി കോട്ടയത്തു നിന്നുണ്ടായിരുന്ന ഒരു ഡോക്ടറാണ്. ഡെഫിനറ്റ്ലി നമുക്ക് ഇമോഷണൽ റെഗുലേഷൻസിനകത്ത് ഇമ്പ്രൂവ്മെന്റ് വരും. കാര്യം സാമ്പാർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ട് എന്ന് ഒരു കുട്ടിക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ സാമ്പാർ ഒരു തവണയെങ്കിലും ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചെറിയ ചെറിയ ഫോൾട്ട് വന്നാലും ഇപ്പം പേരൻസ് സാമ്പാർ ഉണ്ടാക്കുമ്പം കുറ്റം പറയുന്നതിന്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. കാര്യം ദ ചൈൽഡ് നോസ് ദ ഡിഫിക്കൽട്ടി ഇൻ പ്രിപ്പയറിങ് സാമ്പാർ. അപ്പൊ ആ ഒരു കൺസെപ്റ്റ്, അതുകൊണ്ട് നമ്മൾ റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുമ്പോഴും വീട്ടിലെ വർക്കുകൾ അസൈൻ ചെയ്യുമ്പോഴും ഡെഫിനറ്റ്ലി അവരുടെ ഇമോഷണൽ കൺട്രോൾ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. മാത്രമല്ല അവർ ഇൻഡിപെൻഡന്റ് ആവും. അപ്പൊ അവർക്ക് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ കുറ്റം പറയുന്ന ആ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കുറച്ചുകൂടെ കുട്ടികൾക്ക് കുറഞ്ഞു വരാറുണ്ട്. അതാണ് ഇതുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് അത് ആദ്യമേ കയറി ചോദിച്ചത്, അല്ല ആദ്യമേ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞത്. പിന്നുള്ള ഒരു ചോദ്യം ഈസ് ഡു യു അഡ്വൈസ് കോർപ്പറൽ പണിഷ്മെന്റ് ആൻഡ് ഓൾഡ് ഫാഷൻ സെയിങ് സ്പെയർ ദ റോഡ് സ്പോയിൽ ദ കിഡ് എന്ന് പറയുന്നത്. അത് വർഷ മാഡം അതിന്റെ ഒരു സംശയമില്ല, ന്യൂ ജനറേഷനില് അതിനകത്ത് റോളില്ല എന്ന് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് അത്ര അധികം എക്സലന്റ് കൺട്രോൾ ഉണ്ട്, സെൽഫ് കൺട്രോൾ ഉണ്ട്. വടിയെടുക്കുന്നു, ഒന്ന് കൊടുക്കുന്നു, ദിസ് ഇസ് ദി പെയിൻ ഐ ഗേവ് യു ഫോർ എ ബാഡ് ബിഹേവിയർ എന്ന മെസ്സേജ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നു എങ്കിൽ ഇറ്റ് വുഡ് ബി ഓക്കെ. പക്ഷെ പലപ്പോഴും നമ്മൾ കുറെ ക്ഷമിക്കും, അങ്ങേ അറ്റത്തെത്തുമ്പോഴായിരിക്കും വടിയെടുക്കുക. അത് ചിലപ്പോൾ നടുപ്പുറത്തോ തലമണ്ടയ്ക്കോ ആയിരിക്കും. അപ്പോ അങ്ങനെയാണ് ഇതിന്റെ പ്രോബ്ലംസ് വരുന്നത്. സോ ഐ എം ഗിവിംഗ് യു പെയിൻ ആസ് എ സ്ട്രാറ്റജി ടു സ്റ്റോപ്പ് ദാറ്റ് നെഗറ്റീവ് ബിഹേവിയർ. ഈ മെസ്സേജ് നിങ്ങൾക്ക് ആ പണിഷ്മെന്റിലൂടെ കൊടുക്കാൻ പറ്റുന്നു എങ്കിൽ ഓക്കെ, നിങ്ങൾ അത്ര കാം ആൻഡ് കംഫർട്ടബിൾ ആയിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. അത് ഗിവറിന്റെ ബാലൻസിങ് വളരെ ക്രൂഷ്യൽ ആണ്. അതോടൊപ്പം തന്നെ ഒരു പോയിന്റ് കൂടെ ആഡ് ചെയ്തോട്ടെ. ഈ കോർപ്പറൽ പണിഷ്മെന്റ്, നമ്മളൊരു കുട്ടിയെ അടിക്കുക എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും പേരൻസിനോട് പറയുന്ന ഒരു കാര്യം, ഈ അടി എന്ന് പറയുന്ന ആ കൺസെപ്റ്റ് നമ്മുടെ ആവനാഴിയിലെ അവസാനത്തെ അമ്പാണ്. ഇറ്റ്സ് എ ലാസ്റ്റ് വെപ്പണറി. സോ യു ഡു നോട്ട് ഹാവ് എനി വെപ്പണറി ബിയോണ്ട് ദാറ്റ്. അപ്പം നമ്മൾ ആദ്യമേ തന്നെ അവസാനത്തെ വെപ്പൺ എടുത്ത് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ കയ്യിൽ ഉപയോഗിക്കാൻ വെപ്പണുകളൊന്നുമില്ല. അപ്പൊ തീരെ ഗതിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ കോർപ്പറൽ പണിഷ്മെന്റിലേക്ക് പോയിട്ട് കാര്യമുള്ളൂ. കാര്യം സ്ഥിരമായി അടി കിട്ടുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചില പിള്ളേരൊക്കെ പറയാറുണ്ട്, അമ്മ അടിക്കുന്ന അടിക്ക് എനിക്ക് പോയിട്ട് അടുത്ത പരിപാടി ഉള്ളതാണ്, അതുകൊണ്ട് അമ്മ അടിക്കുന്ന പെട്ടെന്ന് അടിച്ച് അടുത്ത പരിപാടിക്ക് പോട്ടെന്ന് പറയും. ഇപ്പൊ അടി എന്ന് പറയുന്നതിനകത്ത് ഒരു ഫിയർ കോമ്പണന്റ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഫിയർ കോമ്പണന്റ് കുട്ടിക്ക് കോർപ്പറൽ പണിഷ്മെന്റിൽ പോയി കഴിഞ്ഞാൽ വി ഡു നോട്ട് ഹാവ് എനി അതർ വെപ്പൺസ്. അതുകൊണ്ട് അടി എപ്പോഴും ഒരു ഓപ്ഷൻ അല്ല. അടിച്ചിട്ട് ഞാൻ പറയില്ല, ഇമോഷണൽ ഡിസ്റെഗുലേഷൻ നമുക്ക് വരുമ്പോൾ ചിലപ്പോൾ തല്ലുകയൊക്കെ ചെയ്തേക്കാം. പക്ഷെ സ്റ്റിൽ ഒരു വലിയ ഡിഫറൻസ് അതിൽ വരാറില്ല. അതിനെക്കാട്ടിലും കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കുന്നത് ഇമോഷണൽ ബ്ലാക്ക് മെയിലാണ്. ഇമോഷണൽ ബ്ലാക്ക് മെയിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്. ഇമോഷണലി നമ്മൾ കുറച്ചുകൂടെ കോൾഡ് ആവുമ്പം അവർക്ക് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ ഇച്ചിരി നമ്മുടെ അടുത്തുനിന്ന് മാറ്റി കിടത്തുവോ, നമ്മൾ അധികം സംസാരിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ദേ ഫീൽ ദാറ്റ് ഇമോഷണൽ കോൾഡ്നെസ്. അപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കുറച്ചുകൂടെ കേൾക്കാനും അവര് നമ്മളോട് കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ദെൻ പിന്നുള്ള ഒരു ചോദ്യം അത് ഇച്ചിരി പേഴ്സണൽ, അതുകൊണ്ടാണ് ഞാനത് ഡിസ്കസ് ചെയ്യാൻ മടിക്കുന്നത്. മാഡം ചോദിച്ചേക്കുന്ന ഒരു ചോദ്യം ഇച്ചിരി പേഴ്സണൽ ആണ്. അത് അങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യണോ എന്നുള്ളതാണ്.
ഒരു കുട്ടി ഇപ്പം ഇച്ചിരി ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ അതായത് എത്രത്തോളം ദേഷ്യത്തിന്റെ ഇന്റൻസിറ്റി മാഡം ഒന്ന് വായിച്ചു നോക്കാവോ ഒരു ക്വസ്റ്റ്യൻ? അല്ല, അതാ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഓൾറെഡി ഇൻഡിവിജ്വലൈസ്ഡ് ആണെങ്കിൽ ചിലപ്പോൾ മൾട്ടിപ്പിൾ ഹെൽപ്പ് വേണ്ടി വരും. അപ്പൊ പറഞ്ഞു റിസൾട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് കോംപ്ലക്സ് ആകുമ്പോൾ യൂഷ്വലി നമുക്ക് ആൻസേഴ്സും കുറച്ച് ഡിഫിക്കൽട്ട് ആകും എന്നുള്ളതാണ്. സോ അത് ടൈം, ട്രീറ്റ്മെന്റ് ആൻഡ് തെറാപ്പി 3 T ആണ് ഇതിൽ പറയുക. സോ അതിൽ നമുക്ക് ഈസി റൂട്ട്സ് ഇല്ല എന്നുള്ളതാ ഞാൻ കണ്ടു. അത് കോംപ്ലക്സ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൻസേഴ്സും കുറച്ച് ഡിഫിക്കൽട്ട് ആവും എന്നുള്ളൊരു റിയാലിറ്റി ഉണ്ട് അതിനകത്ത്. ഒരു ക്വസ്റ്റ്യനോടുണ്ട്, ഹൗ ടു ഹാൻഡിൽ ബാക്ക് ആൻസറിങ്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യനോട് കൂടി നമുക്ക് വേണേൽ ഫിനിഷ് ചെയ്യാം. അത് നിങ്ങൾ അതിൽ അവസ്ഥയാവാതിരിക്കുക എന്നുള്ളതും ചോദ്യത്തിന് മാത്രമായ ഉത്തരം നൽകി അവസാനിപ്പിക്കുക എന്നുള്ളതുമാണ്. മറ്റു ക്വസ്റ്റ്യനുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എനിവേ, പേരന്റിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. പേരന്റിങ് എന്ന് പറയുന്ന ഒരു വലിയ സ്കില്ലാണ്. അത് നമ്മളൊരു അപ്പനോ അമ്മയോ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമുക്കൊരു പേരന്റിങ് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് വരില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സ്കിൽ തന്നെയാണ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്, ഒറ്റ വാക്കിൽ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം സോഷ്യലൈസേഷൻ ആണ്. കുട്ടികൾക്ക് സോഷ്യലൈസേഷൻ മസ്റ്റ് ആണ്. പിന്നെ സോഷ്യലൈസേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന കുട്ടികൾക്ക് സോഷ്യൽ കണക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അവരുടെ ഇമോഷണൽ റെഗുലേഷനും കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അവർക്ക് തെറ്റ് ചെയ്താലും അത് തിരിച്ചറിയാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പൊ സോഷ്യലൈസേഷൻ എന്നുള്ള വാക്ക് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ്. ഡിജിറ്റൽ സോഷ്യലൈസേഷൻ അല്ലാതെ. അപ്പൊ ആ ഒരു പോയിന്റ് എപ്പോഴും എല്ലാവരും ഒന്ന് മനസ്സിൽ ഒന്ന് വെച്ചേക്കണം. ഓക്കെ, താങ്ക് യു. അപ്പം ഓവർ ടു ഡോക്ടർ അഭിലാഷ് ഫോർ റെസ്റ്റ് ഓഫ് ദി. താങ്ക് യു. നമ്മുടെ ഡോക്ടേഴ്സിന്റെ ഒരു കുറച്ച് ഭാഗത്തുനിന്നുള്ള റിക്വസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് വെച്ചത്. ഡോക്ടർ മുരളീധരൻ സാറാണ് മാഡത്തിന്റെ പേര് സജസ്റ്റ് ചെയ്യുകയും മാഡത്തെ ഇനിഷ്യലി കോണ്ടാക്ട് ചെയ്യുകയും. ഏതായാലും മാഡം വളരെ നന്നായിട്ട് ക്ലാസ് എടുത്തു. മാഡത്തിന്റെ ഡോക്ടർ ടോണി ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് മാഡത്തെ കുറിച്ച് എനിക്കും മനസ്സിലായത്. അല്ലെങ്കിൽ നമ്മുടെ ഡോക്ടേഴ്സിനായിട്ട് KGMയുടെ പേരിൽ ഞാൻ മാഡത്തിന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അക്കാഡമിക് സെല്ലിന്റെ പേരിലും ഇത്രയും വിലപ്പെട്ട സമയം മാഡം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിലും, അതും മാഡം പവർ പോയിന്റ് ഇല്ലാതെ ഇന്ററാക്റ്റീവ് ആയിട്ട് തന്നെ അത് ചെയ്തു. അത് കേട്ടിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അത് വളരെ യൂസ്ഫുൾ ആണ്. ഇതിന്റെ റെക്കോർഡിങ്ങും തീർച്ചയായിട്ടും ഉണ്ട്, അതും ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. നമുക്ക് വേണ്ടി ഇത്രയധികം സമയം ചെലവിട്ട മാഡത്തിന് നമ്മുടെ ഹൃദയപൂർവ്വമുള്ള നന്ദി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തിരക്കിട്ട ഒരു യാത്രക്കിടയിലും നമ്മുടെ സെഷനിൽ കയറി വന്ന് മോഡറേറ്റ് ചെയ്യാൻ സമ്മതിച്ച ഡോക്ടർ ടോണിയോടും ഈ ഡിസ്കഷനിൽ എല്ലാം പങ്കെടുത്ത ഡോക്ടർ ടോണിയോട്, നമ്മുടെ മിഡ്സോൺ ജോയിന്റ് സെക്രട്ടറിയാണ്, നമ്മുടെ ചങ്ങനാശ്ശേരി GHലെ സൈക്കാട്രിസ്റ്റ് കൂടിയാണ്, അദ്ദേഹത്തിനോടും അക്കാഡമിക് സെല്ലിന്റെ പേരിൽ ഞാൻ പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഒരു റിക്വസ്റ്റ് വന്നിരിക്കുന്ന ജെന്റിൽ പാരന്റിങ്ങിനെയും കണക്ടിവിറ്റിയെ കൂടി ഒരു ക്ലാസ് വെക്കാവുന്നതാണ്. അത് നമുക്ക് മാഡത്തിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു. മാഡത്തിന് പിന്നീട് എപ്പോഴും സമയമുള്ളപ്പോൾ ചെയ്യുകയാണെങ്കിൽ വളരെ സന്തോഷമാകും. നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഡോക്ടർ ടോണി. യെസ്, ഡെഫിനറ്റ്ലി. താങ്ക് യു വെരി മച്ച്. Thank you, madam. Once more, thank you very much. Dr. Tony, thank you. Okay, thank you.